ഓം കാർപ്പണ്യദോഷോപഗതസ്വഭാവകവൃക്ഷാമത്തം ധർമ്മസുമൂഢചേതക ശ്രേയസ്യാനിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്ഥേഹം ശാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ഭഗവത്ഗീതയില് 4-ാമത്തെ അധ്യായത്തില് 18 ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ദിവസം വരെ നമ്മൾ അർത്ഥവിചാരം ചെയ്തത്. ഇനി 19-ാമത്തെ ശ്ലോകം തൊട്ടാണ് കിം കർമ്മ കിമകർമ്മേതി കവയോപ്യത്ര മോഹിത തത്തേ കർമ്മ പ്രവശ്യാമി യജ്ഞാത്വാ മോക്ഷശാശുഭാത്. കർമ്മണോഹി ബോധവ്യം ബോധവ്യം ച വികർമ്മണാഃ അകർമ്മണശ്ച ബോധവ്യം ഗഹനാ കർമ്മണോ ഗതി. കർമ്മണ്യ കർമ്മയത് പശ്യേത കർമ്മണി ച കർമ്മയാ സ ബുദ്ധിമാൻ മനുഷ്യേഷു സ്വയുക്ത കൃഷ്ണ കർമ്മഗതി. യസ്യ സർവേ സമാരംഭ കാമസങ്കല്പവർജിത ജ്ഞാനാഗ്നി ദഗ്ധകർമാണം തമാഹു പണ്ഡിതം ബുധ. തിക്ത്വാ കർമ്മഫലാസംഗം നിത്യതുക്തോ നിരാശ്രയഃ കർമ്മണ്യപി പ്രവർത്തോപി നൈവ കിഞ്ചിൽ കരോതി സ. അപ്പോ ഭഗവാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് എന്താ? കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും ആര് കാണുന്നുവോ അവൻ മനുഷ്യരിൽ വെച്ച് ബുദ്ധിമാനായിരിക്കുന്നു. അവൻ യോഗിയുമാണ്, ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാനാണ്, കർമ്മങ്ങൾ പൂർണ്ണമായിട്ട് ചെയ്യുന്നവനാണ്. അവൻ ഒരിക്കലും കർമ്മബന്ധനത്തിൽ പെടുകയുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ കർമ്മബന്ധനത്തിൽപ്പെട്ടാൽ നമുക്ക് സംസാര ബന്ധനം ഉണ്ടാകും. ഒരു കാര്യം തന്നെയല്ല, പിന്നെ അതിൽ നിന്ന് എന്താ പറഞ്ഞേ, രജോ ഗുണത്തിന്റെ ആധിക്യം ഉണ്ടായാൽ നമ്മൾ എല്ലാ കർമ്മങ്ങളിൽ നിന്നും അതിൻ്റെതായ നെഗറ്റീവ്സ് വന്ന് ഭവിച്ചിട്ട് താപത്രയങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ബന്ധനത്രയവും ഉണ്ടാകും. ഇതാണ് കർമ്മബന്ധനം എന്ന് പറയുന്നത്. അപ്പൊ അത് പ്രാരാബ്ധമായിട്ട് തീരും. അതേ കാരണം കൊണ്ട് വീണ്ടും വന്ന് ജനിക്കേണ്ടതായിട്ടും വരും. അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്. കർമ്മണോഹി വിബോധവ്യം ബോധവ്യം ച വികർമ്മണാഃ കർമ്മണശ്ച ബോധവ്യം ഗഹനാ കർമ്മണോ ഗതി. നമ്മൾ ഈ നിമിഷം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ബോധം ഉണ്ടായിരിക്കണം, എന്താ ചെയ്യാൻ പാടില്ലാത്തതെന്നുള്ള ബോധം ഉണ്ടായിരിക്കണം. അതാണ് കർമ്മത്തിൻ്റെ ശരിയായ രീതി. അത് സ്വയം ചെയ്യേണ്ടുന്ന കാര്യമായാലും മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതാണേലും കൂടി ചെയ്യേണ്ടതായാലും ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണോ അത് കൃത്യമായിട്ട് ചെയ്യണം. ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവും ഒരു കർമ്മവും ചെയ്യാൻ പാടില്ല. ഈ കർമ്മം നടക്കുമ്പോൾ കർമ്മേന്ദ്രിയങ്ങളുടെ പ്രേരണയും നമ്മുടെ ശരീരത്തിന്റെ ശ്രേഷ്ഠതയും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഭഗവാന്റെ ശക്തി ആത്മരൂപത്തിൽ ജീവരൂപത്തിൽ അകർമ്മഭാവത്തിൽ വർത്തിക്കുന്നുണ്ട്. ഞാനൊന്നും ചെയ്യാത്ത, ഞാനൊന്നും ഇടപെടാതെ സ്പർശിക്കാതെ നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മവും ഭഗവാനെ സ്പർശിക്കില്ല, നമ്മുടെ ജീവാത്മാവിനെ ആത്മാവിനെ സ്പർശിക്കില്ല. അത് നിർഗുണ ഭാവത്തില് നിസ്സംഗമായിട്ട് സാക്ഷിഭാവത്തിൽ കർമ്മത്തിന് പ്രേരണ നൽകിക്കൊണ്ട് നിൽക്കുന്നു മാത്രം. എപ്രകാരം നമ്മുടെ വീടുകളിൽ ഇലക്ട്രിസിറ്റി വന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മെഷീൻസ് എല്ലാം വർക്ക് ചെയ്യും. അതിൻ്റെതായ സ്വഭാവം അനുസരിച്ചുകൊണ്ട് നമ്മൾ എന്താണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതനുസരിച്ച് വർക്ക് ചെയ്യും. ഈ അതിൻ്റെ കർമ്മങ്ങളുമായിട്ട് ഇലക്ട്രിസിറ്റിക്ക് യാതൊരു ബന്ധവുമില്ല. എന്നാൽ അതിൻ്റെ പ്രസരണം കൊണ്ടാണ് ഈ കർമ്മങ്ങൾ നടക്കുന്നത്. ഇതേപോലെയാണ് നമ്മളും പ്രവർത്തിക്കുന്നത്. ഈശ്വരൻ്റെ ശക്തി നമ്മുടെ എനർജി ആയിട്ട് നിൽക്കും. ആ എനർജി കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നല്ലതോ ചീത്തയായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പ്രേരണ ഈ എനർജിയാണ്. അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്നത് വ്യക്തിയല്ല, ഒരു ശക്തിയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് ബുദ്ധി കൊണ്ട് തിരിച്ചറിയണം. ആ ശക്തിക്ക് നമ്മുടെ കർമ്മങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്തിനാ നമുക്ക് തന്നേക്കണം? ആ എനർജി എന്തിനാ തന്നേക്കണേ? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ധർമ്മത്തിന് ക്ഷതം വരാത്ത വിധത്തിൽ ചെയ്യണം. അതിൽ നിന്ന് യാതൊരുവിധ കർമ്മബന്ധനവും ഉണ്ടാകാതെ സൂക്ഷിച്ചോളണം. കർമ്മബന്ധനം ഉണ്ടായാൽ നമ്മൾ പ്രാരാബ്ധത്തിലേക്ക് പോവും. പ്രാരാബ്ധം കാരണമായിക്കൊണ്ട് വീണ്ടും വന്യം ജനിക്കാനുള്ള വരും. അപ്പോൾ അതില്ലാതിരിക്കണമെങ്കിൽ, കർമ്മബന്ധനം ഇല്ലാതിരിക്കണമെങ്കിൽ ജ്ഞാനത്തോടുകൂടി കർമ്മം ചെയ്യണം. അത് ഈശ്വരപ്രാപ്തിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ, ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ പുണ്യമോ പാപമോ ഉണ്ടാകാൻ പാടില്ല. അവിടെ കർമ്മഫലം, കർമ്മ ഇച്ഛയില്ലാതെ, ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യാൻ പറഞ്ഞതിൻ്റെ രഹസ്യം അതാണ്.
അപ്പൊ അതുകൊണ്ട് യസ്യ സർവേ സമാരംഭ കാമസങ്കല്പവർജിത ജ്ഞാനാഗ്നി ദഗ്ധകർമാണം തമോഹു പണ്ഡിതം തുക. യസ്യ സർവേ സമാരംഭാഹ, ആരുടെ കർമ്മങ്ങളെല്ലാം കാമസങ്കല്പവർജിത, ആഗ്രഹങ്ങളും സങ്കല്പനും കൂടാത്തവയാകുന്നുവോ. നമ്മുടെ കർമ്മങ്ങളെല്ലാം ഉണ്ടാകുന്നത് എങ്ങനെ? ഇച്ഛാശക്തിയെ ഉണർത്തിയിട്ടാണ് കർമ്മശക്തിയിലേക്ക് അല്ലെങ്കിൽ ക്രിയാശക്തിയിലേക്ക് എത്തുക. അത് അനുഭവജ്ഞാനത്തിലേക്ക്, ജ്ഞാനശക്തിയിലേക്ക് പരിണമിക്കണം. ജ്ഞാനശക്തിയിലേക്ക് പരിണമിച്ചില്ലെങ്കിൽ അതൊക്കെ കർമ്മബന്ധനായിരിക്കും അതിൻ്റെ റിസൾട്ട്. അതുകൊണ്ട് യസ്യ സർവേ സമാരംഭ എന്ന് പറഞ്ഞാൽ ആരുടെ കർമ്മങ്ങളെല്ലാം കാമസങ്കല്പവർജിത, ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും കൂടാത്തവയാകണം. എന്താണോ മുമ്പിൽ വരുന്ന ആ കർമ്മം ചെയ്യുക. അത് നമ്മുടെ വിഷയങ്ങളുടെ ആഗ്രഹം വാസനാബലത്താലാകുമ്പം അതൊക്കെ കർമ്മബന്ധനമാകും. ജ്ഞാനാഗ്നി ദഗ്ധകർമാണം, ജ്ഞാനമാകുന്ന അഗ്നിയിൽ കർമ്മങ്ങളെല്ലാം ദഹിപ്പിച്ച് അയാളെ പണ്ഡിതം ബുധ ആഹു, അറിവുള്ളവർ, പണ്ഡിതൻ എന്ന് പറയപ്പെടുന്നു. അപ്പം കർമ്മത്തിന്റെ രഹസ്യം അറിഞ്ഞുകൊണ്ട് കർമ്മം ചെയ്യുന്നവരെ പണ്ഡിതൻ എന്ന് വിളിക്കും, അഥവാ ജ്ഞാനി എന്ന് പറയും. അത് തന്നെയാണ് ഭഗവാൻ കഴിഞ്ഞ ശ്ലോകത്തെ പറഞ്ഞ, ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാനായ മനുഷ്യൻ കർമ്മത്തിൽ അകർമ്മത്തെ കാണും, അകർമ്മത്തിൽ കർമ്മത്തെ കാണുന്നവനായിരിക്കും. അവൻ യോഗിയുമായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ കർമ്മങ്ങളെല്ലാം നമ്മളെ ബന്ധനത്തിൽപ്പെടുത്തുന്നത് കാമ്യകർമ്മങ്ങൾ ചെയ്താലാണ്. അതായത് വിഷയങ്ങളിൽ ഉണ്ടാകുന്ന ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതൊരു കർമ്മം ചെയ്യുന്നോ അതെല്ലാം കർമ്മബന്ധനമാകും. എന്നാൽ വന്നു ഭവിക്കുന്ന കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് ഗുണദോഷങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ചെയ്യുകയും വേണം. ജനിച്ചാൽ മരണം വരെ അനങ്ങാതിരിക്കരുത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പ്രകൃതി ഗുണങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് അനങ്ങാതിരിക്കാനും സാധ്യമല്ല. ഇനി അനങ്ങാതിരുന്നു എന്ന് വെച്ച് അത് അകർമ്മമാകുകയുമില്ല. അപ്പോഴും നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, ഹൃദയമിടിക്കുന്നുണ്ട്, ശ്വാസഗതി നടക്കുന്നുണ്ട്. ഇനി ഈവൻ സുഷുപ്തിയിൽ കിടന്ന് ബോധമില്ലാതെ കിടന്നുറങ്ങുമ്പോൾ പോലും അകർമ്മം ആണെന്ന് നമുക്ക് തോന്നണ്ട. കാരണം അപ്പോഴും ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ടല്ലോ. ഗാഠനിദ്രയിലാണെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിലെ എല്ലാവിധ പ്രവർത്തനങ്ങളും ജനിച്ചാൽ മരണം വരെ ശ്വാസത്തെ പോലും ബാക്കിയൊക്കെ ഉപേക്ഷിച്ചാലും ശ്വാസത്തിന്റെ ഗതി ഉറക്കത്തിൽ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ നിഷ്ക്രിയത്വം അകർമ്മമല്ല. ആ അകർമ്മം, നമ്മുടെ ശരീരം കർമ്മേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാത്തപ്പോഴും അതിൽ കർമ്മത്തെ കാണണം. അതാണ് അകർമ്മത്തെ കർമ്മത്തിൽ കാണുക, കർമ്മത്തിൽ അകർമ്മത്തെ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ആര് തിരിച്ചറിയുന്നു അവൻ ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാനാണ്, അവൻ അതനുസരിച്ച് കൊണ്ടാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ ആ കർമ്മങ്ങൾ ഫലാശയോ കാമനകളോ കൂടാതെ ആണ് ചെയ്യുന്നതെങ്കിൽ അത് ജ്ഞാനാഗ്നിയിൽ കർമ്മങ്ങളെല്ലാം ദഹിപ്പിച്ച് ജ്ഞാനമാകുന്ന അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? അതിൻ്റെ ഏറ്റവും വലിയ ഫലം അനുഭവജ്ഞാനമായിരിക്കും. ആ അനുഭവജ്ഞാനം കൊണ്ട് കർമ്മത്തിന്റെ ഫലത്തെ പുണ്യമുണ്ടായാലും പാപം ഉണ്ടായാലും ഒക്കെ ദഹിപ്പിച്ച് കളയും. അത് കർമ്മബന്ധനം ഇല്ലാതെ വരും. അങ്ങനെ ആഗ്രഹങ്ങളില്ലാതെ കാമ്യകർമ്മങ്ങൾ ചെയ്യാത്തവരെ പണ്ഡിതന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് തെക്വാ കർമ്മ ഫലാസംഗം നിത്യതിത്രോ നിരാശ്രയ കർമ്മണ്യവി പ്രവർത്തോ അപ്പി നൈവ കിഞ്ചിൽ കരോതി സാ. തെക്വാ കർമ്മ ഫലാസംഗം നിത്യതിത്രോ നിരാശ്രയ കർമ്മണ്യവി പ്രവർത്തോ അപ്പി നൈവ കിഞ്ചിൽ കരോതി സാ. കർമ്മ ഫലാസംഗം തെക്വാ, അതായത് കർമ്മഫലത്തിൽ ആസക്തി ത്യജിച്ച് നിത്യതൃപ്ത നിരാശ്രയ, നിത്യതൃപ്തനും മറ്റൊന്നിനെയും ആശ്രയിക്കാത്തവനുമായ സകർമ്മ സ്വന്തം സ്വഭാവം അനുസരിച്ചുള്ള സ്വധർമ്മം സ്വകർമ്മ അഭിപ്രവർത്തതേ അഭി, അയാൾ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവനായാലും കിഞ്ചിൽ നാ കരോതി ഏവാ എന്ന് പറഞ്ഞാൽ ഒന്നും അവൻ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവനായാലും ഒന്നും ചെയ്യുന്നില്ല തന്നെ. കർമ്മഫലത്തിലുള്ള ആസക്തി ഉപേക്ഷിച്ചുകൊണ്ട് എപ്പോഴും സംതൃപ്തനും ഒന്നിനെയും ആശിക്കാത്തവനുമായിരിക്കുന്ന ആൾ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവനായാലും ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഏത് കർമ്മം ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് നമുക്ക് ആസക്തി എന്ന് പറഞ്ഞാൽ എന്താ, എത്ര കിട്ടിയാലും മതി വരാത്ത അവസ്ഥ. പിന്നെ ഉള്ളത് കൊണ്ട് എന്താണോ സിദ്ധ്യോ സമോ ഭൂത്വ എന്ന 2-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് ഫലത്തിൽ
നമുക്ക് ആസക്തി ഇല്ലാതെ ആയി കഴിഞ്ഞാൽ കിട്ടിയാലും ശരി, കിട്ടിയില്ലേ ശരി. അതാണ് സിദ്ധി സിദ്ധിയോ സമഭൂത്ത. ആ സമാവസ്ഥയിൽ എപ്പോഴും സംതൃപ്തനായിട്ട് ഇരുന്നു കൊണ്ട് ഒന്നിനെയും ആശ്രയിക്കാത്തവനായിക്കൊണ്ട് കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവനാണെങ്കിൽ പോലും അവന് ബന്ധനങ്ങളൊന്നും ഉണ്ടാകില്ല. എന്ന് മാത്രമല്ല, അവന് ഞാൻ ചെയ്യുന്നു എന്നുള്ള അഹങ്കാരഭാവവും ഉണ്ടാകില്ല. മറ്റേ എന്ത് കാര്യത്തിന് ഞാൻ ചെയ്തു, ഞാനാണ് എന്നൊക്കെ ഞാനും എൻ്റെയും പൊങ്ങി വരും. അത് ഉണ്ടായാൽ അഹങ്കാരമാണെന്നർത്ഥം. അതുകൊണ്ട് അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ വിഷയങ്ങളിലുള്ള ആസക്തി വിട്ടുകൊണ്ട് ഫലേച്ഛയില്ലാതെ, കിട്ടിയാലും ശരി കിട്ടിയില്ലേലും എപ്പോഴും സന്തുഷ്ടഭാവത്തോടുകൂടി സംതൃപ്തനായിക്കൊണ്ട് അവനവൻ്റെ കർത്തവ്യ കർമ്മങ്ങളെ മറ്റൊന്നിനെ ആശ്രയിക്കാതെ തൻ്റെ കഴിവുകളെ ആശ്രയിച്ചുകൊണ്ട് കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരുന്നാൽ അവൻ ഒന്നും എന്തെങ്കിലും ചെയ്താൽ പോലും ചെയ്യുന്നില്ലാത്ത, അതാണ് കർമ്മത്തിൽ അകർമ്മത്തെ കാണാൻ പറയുന്നത്. എന്ന് വെച്ചിട്ട് നിഷ്ക്രിയത്വമല്ല കർമ്മം. ചെയ്യാണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുക. അതിൽ കർത്തൃത്വ അഭിമാനവും ഫലേച്ഛയും ഇല്ലാതെ ചെയ്താൽ അത് അകർമ്മമായി ഭവിക്കും. അവൻ ചെയ്താലും ശരി, ചെയ്തില്ലെങ്കിൽ ശരി, അവന് പ്രത്യേകിച്ച് ഒരു ബന്ധനവും ഉണ്ടാകുന്നതല്ല അത്ര. എന്നാൽ ബേസിക് തിയറി അനുസരിച്ചുകൊണ്ട് അനങ്ങാതിരിക്കാനും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ജനിച്ചാൽ മരണം വരെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അനങ്ങാതിരുന്നാൽ ശരീരം പോലും രക്ഷിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നു. അപ്പോൾ എൻഗേജ് ആയിട്ടിരിക്കണം. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഉറങ്ങുമ്പോൾ പോലും പ്രകൃത്യാ നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടന്നോളും. അതിലൊന്നും നമുക്ക് ഇൻ്റർഫെയർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ശരീരം കൊണ്ട് അനങ്ങാതിരുന്നാലും നമ്മുടെ ശരീരത്തിലെ മനസ്സ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ, ഹൃദയമെടുപ്പ്, ശ്വാസഗതി, ശരീരത്തിൻ്റെ ജീവൻ ശരീരത്തിൽ നഷ്ടപ്പെടുന്നത് വരെ പ്രകൃത്യാ തന്നെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് സർവപ്രകൃതിയായി ഗുണ എന്ന് പറഞ്ഞ് നഖി കശ്ചിക്ഷണമപി ജാതുഷ്ടത്തെ കർമ്മ കാര്യദേഹ്യ വശകർമ്മ സർവപ്രകൃതിയായി ഗുണ എന്ന് ഭഗവാൻ പറഞ്ഞു. ജനിച്ചാൽ മരണം വരെ അനങ്ങാതിരിക്കാൻ ആർക്കും സാധ്യമല്ല. എന്തുകൊണ്ട്? പ്രകൃതി ഗുണങ്ങളെ കൊണ്ട് തന്നെ. നമ്മളൊന്നും ചെയ്യാതെ അനങ്ങില്ല എന്ന് പറഞ്ഞിരുന്നാലും വേണ്ടില്ല, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം കർമ്മങ്ങളാണ്. നീ പോയി കിടന്ന് ഉറങ്ങിയാൽ പോലും ഉറങ്ങുന്നത് കർമ്മ. ഇനി കിടന്ന് ഉറങ്ങുമ്പോഴും കഴിച്ച ആഹാരം ദഹിപ്പിക്കുന്നുണ്ട്, രക്തസംക്രമണം നടക്കുന്നുണ്ട്, ശ്വാസഗതി നടക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴാ ജനിച്ചപ്പോൾ മുതൽ മരണം വരെ അനങ്ങാതിരിക്കാൻ സാധിക്കുക? ഇനി എന്തെങ്കിലും പ്രവർത്തിച്ചാലോ അവിടുത്തെ ആസക്തി ഉപേക്ഷിച്ചുകൊണ്ട് ഫലേച്ഛയില്ലാതെ ഉള്ളത് കൊണ്ട് തൃപ്തനായിട്ടിരിക്കുന്നവൻ, സന്തോഷത്തോടുകൂടി ഇരിക്കുന്നവൻ, മറ്റൊന്നിനെ ആശ്രയിക്കാതെ ഇരിക്കുന്നവൻ, അവൻ കർമ്മങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും ചെയ്യാത്ത അവസ്ഥയിൽ തന്നെ ഇരിക്കും. ഇപ്പം നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല, നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ഭാവത്തിലാണ് കിടന്നുറങ്ങണത്. എന്നാൽ ഉറങ്ങുന്നത് പോലും കർമ്മമാണ്. അപ്പോഴും ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നടക്കുന്ന കർമ്മങ്ങളിൽ അകർമ്മത്തെ കാണാം. ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ല, ഉള്ളത് കൊണ്ട് തൃപ്തിയായിട്ടിരിക്കാൻ പറ്റുക. അതാണ് ഇവിടെ ജ്ഞാനിയായവൻ്റെ അല്ലെ പണ്ഡിതനായിരിക്കുന്നവൻ്റെ കർമ്മത്തിൻ്റെ പ്രവൃത്തി പദത്തിലെത്തിയാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും അവൻ ചെയ്യുന്നത്. അവനൊരിക്കലും ഈശ്വരൻ പോലും അനങ്ങാതിരിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ഈശ്വരനൊന്നും കർമ്മത്തിൽ താല്പര്യമോ അതിൻ്റെ ഫലത്തിൽ ഇച്ഛയോ ഒന്നും ഇല്ലാതെ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ സഖയജ്ഞ ഭാവനയോടുകൂടി തന്നെ കർമ്മം ചെയ്തുകൊണ്ടാണ് ഇരിക്കണേ. ഇല്ലെങ്കിൽ നമ്മളൊക്കെ ശ്വാസം പോലും കിട്ടാതെയാവും. പ്രകൃതിയിലെ പ്രവർത്തനങ്ങളൊക്കെ നിന്നുപോകും. പ്രകൃതിയായുള്ള എല്ലാ ഗുണങ്ങളും അവസാത്രയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ സ്റ്റപ്പായിപ്പോവും, സ്റ്റില്ലായിപ്പോവും. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ എങ്ങനെയാണ് കർമ്മം ചെയ്യുന്നത് അതേ ഭാവത്തിൽ നമ്മളോടും ചെയ്യാനാ പറഞ്ഞതേ. ഇനി നിരാശർ യഥചിത്താത്മാ തെക്വാ സർവപരിഗ്രഹ ശാരീരം കേവലം കർമ്മ കുർവൻ ആപ്നോതികിൽ പക്ഷം. നിരാശി, ഒന്നും ആശിക്കാത്തവനായിക്കൊണ്ട്, യഥചിത്താത്മാ മനസ്സും ഇന്ദ്രിയങ്ങളും അടക്കിയവനായിട്ട്, തെക്വാ സർവപരിഗ്രഹ എല്ലാ സമ്പാദ്യവും ത്യജിച്ചവനായിട്ട്, ശരീരം കേവലം ശരീര ആവശ്യത്തിനു മാത്രം കർമ്മ കുർവൻ കർമ്മം ചെയ്യുന്നവൻ, കിൽ വിഷം ന ആപ്നോതി ഭാവത്തെ പ്രാപിക്കുന്നില്ല. ഒന്നും ആശയില്ലാതെ ഒന്നും ആശ്രയിക്കാതെ മനസ്സും ഇന്ദ്രിയങ്ങളും അടക്കി തൻ്റെ വകയായിട്ടുള്ളതെല്ലാം ത്യജിച്ച്
ശരീര ആവശ്യത്തിന് വേണ്ടി മാത്രം കർമ്മം ചെയ്യുന്നവൻ പാപത്തെ പ്രാപിക്കുന്നതല്ല. ശരീരസ്ഥിതിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കർമ്മവും കർത്തൃത്വാഭിമാനം വെടിഞ്ഞ് ആയിരിക്കണം എന്ന് ശങ്കരാചാര്യർ വിശദീകരിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ അതും കർമ്മബന്ധനാവും. അപ്പൊ ശരീര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കർത്തൃത്വ ചെയ്യുന്ന കർമ്മങ്ങൾ പോലും, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ ശരീരം എൻ്റെ എന്നുള്ള തോന്നൽ വേണ്ട, ഇത് ഈശ്വരൻ്റെതാണ്. നമ്മൾ അതിനെ കേവലം സൂക്ഷിപ്പുകാരായിട്ട് മാറിയാൽ മതി. അപ്പൊ കർത്തൃത്വാഭിമാനമൊക്കെ പോവും, എൻ്റെ എന്നുള്ള അഹങ്കാരം, ഞാനെന്ന ഭാവമൊക്കെ പോവും. അതിനെന്താ എളുപ്പമാർഗം? ഞാനെന്ന ഭാവവും എൻ്റെ എന്നുള്ള ആ കുറ്റി ഇളക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇടത്തും വലത്തും ഓരോ കുറ്റി അടിച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ എന്ന് പറഞ്ഞിട്ടൊരു കുറ്റിയും, ഇപ്പുറത്ത് അതാണ് എടാ പിങ്കള നാഡിയുടെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്നത്. ദേഹത്തിൽ എത്ര കാലം ഈ ദേഹബോധം ഉണ്ടോ അത്രയും കാലം ഈ എടേ പിങ്കളയിലും നിൽക്കുന്നത് ഞാനെന്ന ബോധവും എൻ്റെ എന്നുള്ള ഭാവവുമായിരിക്കും. ഇത് ത്യജിക്കണം. അത് ശരീരകാര്യങ്ങൾക്കും നമ്മൾ എന്തെങ്കിലും ഈശ്വരകാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഘട്ടത്തിൽ മാത്രമാണെങ്കിലും ഈ പ്രകാരം കർമ്മം ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങളുടെ ബാക്കിയുള്ള കർമ്മങ്ങളിലേക്കൊക്കെ കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് വ്യാപിക്കും. പിന്നെ ഞാനെന്നും എൻ്റെ എന്നുള്ള ഭാവവും അഹങ്കാരവും ഒന്നും തന്നെ ഇല്ലാതെ വരും. നമ്മൾ കേവലം നിമിത്തമാണെന്നുള്ള തോന്നലുണ്ടാകും. ആ ഒരു ഭാവത്തിലേക്ക് എത്തിയിട്ട് ഞാനെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്നിരിക്കണേ, ഇല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ട് വരാൻ പറ്റില്ല. പിന്നെ എൻ്റെ എന്നുള്ള തോന്നലുണ്ടാവും. അപ്പം ഒന്നിലും ആശയില്ല. ഭൗതികമായിട്ട് യാതൊരു കാര്യങ്ങളും ആശയില്ല. മനസ്സും ഇന്ദ്രിയങ്ങളും അടക്കി തൻ്റെ വകയായിട്ടുള്ളതൊക്കെ ത്യജിച്ചിട്ടായിരിക്കണം. തൻ്റെ വകയായിട്ടുള്ളതൊക്കെ ത്യജിച്ചു. എന്തെങ്കിലുമൊക്കെ ഞാനിവിടെ മേടിച്ചു വെച്ചിട്ടുണ്ട്, അതും എൻ്റേതല്ല. ഈ മടവും എൻ്റേതല്ല. ഇവിടെ ഇരിക്കുന്ന സീറ്റും എൻ്റേതല്ല. ഞാൻ എന്തൊക്കെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെന്ന് കരുതിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടോ അതൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകണമില്ല. അതൊക്കെ എൻ്റേതല്ല. പിന്നെ എന്തോണാ കൊണ്ടുപോകുന്നേ? അതും എൻ്റേതല്ല. അപ്പൊ തൻ്റെ വകയായിട്ടുള്ളതൊക്കെ കരുതി വെച്ചിരുന്നതൊക്കെ ത്യജിക്കണം. അങ്ങനെ ആകുന്നവനെ പൂർണ്ണമായിട്ട് എന്ത് കർമ്മം ചെയ്താലും ശരീരാവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ കർമ്മം ചെയ്യുന്നത് എങ്കിൽ പോലും അത് പാപത്തെ സ്പർശിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ശരീരസ്ഥിതിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മവും കർത്തൃത്വാഭിമാനം വെടിഞ്ഞിട്ടായിരിക്കണം. അത് ഞാൻ പറഞ്ഞ അതിനൊരൊറ്റ മാർഗമുള്ളൂ. നമ്മൾ ശരീരത്തിന്റെ സൂക്ഷിപ്പുകാരായിട്ട് നമുക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്, അത് സൂക്ഷിക്കാനായിട്ട് തന്നിരിക്കുക ഭഗവാൻ. അപ്പം അവിടെ എൻ്റെ എന്നുള്ളതും ഞാൻ എന്നുള്ള ഭാവം പോടുന്നുണ്ടെങ്കിൽ നമ്മൾ കേവലം സൂക്ഷിപ്പുകാരാണ്. നമ്മുടെ ആത്മാവ് അതിന് സാക്ഷിയാണ്. നമ്മൾ ഏത് ഭാവത്തിലാണ് നമ്മൾ ശരീരത്തെ പോലും സംരക്ഷിക്കാൻ തയ്യാറാകുന്നത് എന്ന് സാക്ഷിഭാവത്തിൽ നമ്മുടെ ജീവചൈതന്യം തന്നെ വീക്ഷിച്ചു കൊണ്ടായിരിക്കുക. ആ സാക്ഷിയിൽ നമുക്ക് പ്രമാണമായി മാറുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ശരീരത്തിൻ്റെ സൂക്ഷിപ്പുകാരാണെന്നുള്ള ധാരണയിൽ വേണം അതിനെ കാത്ത് സംരക്ഷിക്കാൻ എന്നർത്ഥം. അപ്പൊ അതില് നിരാശയൊന്നും ഉണ്ടാവില്ല. ഒന്നും ആശയില്ലാതെ, നിരാശി ഒന്നും ആശിക്കാത്തവനായിട്ട് യഥചിത്താത്മാ മനസ്സും ഇന്ദ്രിയങ്ങളും അടക്കണം. തെക്വാ സർവപരിഗ്രഹ എല്ലാ സമ്പാദ്യവും ത്യജിച്ചവനായിട്ട്. എൻ്റേതായിട്ട് ത്യജിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടേതായിട്ട് ഒന്നുമില്ല. പിന്നെ എന്താ നമ്മൾ ഉപേക്ഷിക്കുക? എന്താണ് ത്യജിക്കുക? നമ്മുടേതായിട്ട് ഒന്നുമില്ല ഇവിടെ. നമ്മുടെ ശരീരം പോലും നമ്മുടേതല്ല. ഇനി നമ്മൾ ജോലി ചെയ്തിട്ട് അതും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്, അത് നിങ്ങളുടെയാണ്. പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുമോ? എന്നാൽ കുറച്ചെങ്കിലും പൊതിഞ്ഞ് കെട്ടി കൊണ്ടുപോകാന്ന് വെച്ചാൽ ഈ ശരീരം പോലും കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നല്ലേ അതിൽ എന്തെങ്കിലും പൊതിഞ്ഞ് കെട്ടി മുറുക്കി പിടിച്ചോണ്ടിരുന്നാലും കൊണ്ടുപോകാൻ പറ്റുക. ചില ആൾക്കാരുണ്ടല്ലോ, ഒറ്റയ്ക്ക് താമസാലും വേണ്ടില്ല, എനിക്ക് ഇവിടം വിട്ടിട്ട് പോകാൻ പറ്റില്ല, എനിക്ക് ഇവിടെ കിടന്ന് മരിക്കണം എന്നൊക്കെ പറഞ്ഞു. മരിച്ച് ഇവിടെ കിടന്ന് മരിക്കണം എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് പോകുമ്പോൾ ഈ വീടും സ്ഥലമൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ? അത്ര വരെ അറ്റാച്ച്മെന്റ് ആണ്. മമതാബന്ധം കൂടിയാൽ ഇതൊക്കെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് തൻ്റെതായിട്ട് എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ത്യജിക്കാനുള്ള മനോഭാവം ഉണ്ടാകണം. അതിനെന്താ എളുപ്പമാർഗം? നമ്മളൊരു പൂജാമുറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൂജാമുറി പോയിട്ട് ജപതപ ഈശ്വര കാര്യങ്ങൾ ചെയ്യുമ്പോഴെങ്കിലും എൻ്റെ എന്ന് പറഞ്ഞിട്ട് ഒന്നും കരുതി വെച്ചുകൊണ്ട് പോകരുത്. നമ്മൾ ഈശ്വരൻ്റെ നിയോഗത്താൽ നിമിത്തമായിക്കൊണ്ടാണ് അത്രയും കാര്യങ്ങളെങ്കിലും ചെയ്യുന്നത് എന്നുള്ള ഭാവം പറഞ്ഞു. അതിൽ കർമ്മത്തിൽ അകർമ്മത്തെ കാണണം, അകർമ്മത്തിൽ കർമ്മത്തെ കാണണം.
അത് നിങ്ങൾക്ക് ശീലമായി മാറിയാൽ പിന്നെ ബാക്കി നിങ്ങൾ എവിടെ പോയിട്ട് അടുക്കളയിൽ പോയി പണിയെടുത്താലും വേണ്ടില്ല, പുറത്തു പോയി പണിയെടുത്താലും വേണ്ടില്ല, എന്ത് ചെയ്താലും വേണ്ടില്ല, ജീവൻ ഇറച്ചി വെട്ടുകാരനായാലും വേണ്ടില്ല, എന്ത് ചെയ്താലും അതൊക്കെ കർമ്മബന്ധനമല്ലാത്ത, ശരീരത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ പോലും കർത്തൃത്വ അഭിമാനം ഇല്ലാതെ ഇല്ലാതെ പ്രത്യേകിച്ചൊന്നും നിങ്ങൾ ആരോഗ്യത്തോടുകൂടി ശരീരത്തിന് ക്ഷതം വരാതെ ജീവിച്ചിരിക്കുന്ന കാലം സ്വയം ബുദ്ധിമുട്ടാതെ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണമെന്ന് ഒരു ലക്ഷ്യം വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥിതി നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അപ്പൊ ശരീരത്തെ പോലും നമ്മൾ സൂക്ഷിപ്പുകാരായിട്ടേ കണക്കാവുള്ളൂ. അല്ലാതെ എൻ്റെ എന്ന് പറയാൻ, ശരീരം പോലും എൻ്റെ എന്ന് പറയാൻ അവകാശമൊന്നുമില്ല. കാരണം അതിലുള്ള ജീവശക്തി ഈശ്വരൻ വരദാനമായിട്ട് തന്നതാണ്. അതോടൊപ്പം തന്നെ ഗുരുവായൂരപ്പൻ തന്നെ അപരാശക്തി കൊണ്ടാണ് പ്രകൃതിയിലെ 24 ഘടകങ്ങൾ ചേർത്തിട്ടാണ് ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് അവകാശം പറയാനാ അതിന്? അതിൽ നിന്ന് രണ്ടാണ് വികല്പം ഉണ്ടാകുന്നത്, സങ്കല്പമായിട്ട് മാറുന്നതും. ഒന്ന് ഞാൻ എന്നുള്ളത് ആ അഹംബോധത്തെ നമുക്ക് ജനിപ്പിക്കും. പിന്നെ അതോടൊപ്പം എൻ്റെ എന്ന് പറയും. ഈ ശരീരത്തെ വെച്ചുകൊണ്ടാ എൻ്റെ എന്നൊക്കെ പറയണേ അല്ലേ? നമുക്ക് എന്ത് കിട്ടിയാലും അത് എൻ്റെയാ അല്ലേ? കൂട്ടുകുടുംബം വ്യവസ്ഥിതി തെറ്റാൻ കാരണം എന്താ? ഒക്കെ എൻ്റെ, വേറെ പോണം എന്ന് പറഞ്ഞ് എൻ്റെ എന്ന് പറഞ്ഞ് വേറെ സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് പോയാലും അവിടെ ചെന്നാലും 2 കുട്ടികളോ 1 കുട്ടിയുള്ളെങ്കിലും എല്ലാം അവിടെ എൻ്റെ എന്ന് പറഞ്ഞ് പഠിപ്പിക്കും അല്ലേ? എൻ്റെ കട്ടില്, എൻ്റെ മേശ അല്ലേ? എൻ്റെ ശരീരം മാത്രമല്ല, പിന്നെ നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുന്നു അതൊക്കെ എൻ്റെ അത്ര. സ്ഥിരമായിട്ട് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ എന്ന് പറയും. എൻ്റെ ഷർട്ട്, എൻ്റെ പാൻറ്, എൻ്റെ മുണ്ട്, എൻ്റെ കിടക്ക, എൻ്റെ കസേര. ഈ ഒരു കർത്തൃത്വ അഭിമാനം നമ്മൾ വിടണം. അല്ലാതെ ഒരു കാരണവശാലും കർമ്മബന്ധനത്തിൽ നിന്ന്, അത് ശരീരസ്ഥിതിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മം പോലും കർത്തൃത്വ അഭിമാനം വിടണമെന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴോ നമുക്ക് യോഗക്ഷേമമായിട്ട് പല കാര്യങ്ങളും ഇഷ്ടഭോഗങ്ങളൊക്കെ കിട്ടും അല്ലേ? ഭഗവാൻ ഏത് ഭാവത്തിലാണോ നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് അതേ ഭാവത്തിലാണ് ആ ദേവന്മാരെ പോഷിപ്പിക്കാൻ പറഞ്ഞാൽ ഈ ഈശ്വരീയ ഗുണങ്ങളെ പോഷിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ തന്നെ ഈശ്വരീയ ഗുണങ്ങളാലാണ് സൃഷ്ടിച്ചേക്കണേ. ഐശ്വര്യ ഗുണങ്ങളെ ദേവാൻ ഭാവയതാൻ ഏനതേ ദേവ ഭാവയന്തുവാക പരസ്പരം ഭാവയന്തക ശ്രേയ പരമവാപ്സ്യത എന്ന് ഭഗവാൻ കർമ്മയോഗത്തിൽ പറഞ്ഞു. ആ ജ്ഞാനം വെച്ചുകൊണ്ട് വേണം അവിടെ കർമ്മം ചെയ്യാന്ന് പറയണേ. അതുകൊണ്ട് ഈ അധ്യായത്തിന്റെ പേര് പോലും ജ്ഞാന കർമ്മ സന്യാസയോഗം. അപ്പൊ ശരീരത്തെ പോലും, ആ ശരീരത്തെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള ജ്ഞാനത്തോടു കൂടി വേണം ആ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് കർമ്മം ചെയ്യാൻ. അങ്ങനെ വരുമ്പം ആണ് നമുക്ക് ഇഷ്ടഭോഗങ്ങളെ കിട്ടുന്നു പറഞ്ഞു. ഇഷ്ടഭോഗങ്ങൾ എന്താ? നമ്മൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുക. എതിർച്ചാ ലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സര സമ സിദ്ധാപസിദ്ധൗ ച കൃത്വാപീന നിബധ്യതേ. എതിർച്ചാ ലാഭസന്തുഷ്ടോ, യാദൃശ്യമായിട്ട് ലഭിക്കുന്നത് കൊണ്ട് തൃപ്തിപ്പെടണം എന്ന്. എതിർച്ചാ ലാഭസന്തോഷം, നമുക്ക് യാദൃശ്യമായിട്ടാക്കും ചിലപ്പം പല യോഗങ്ങളും സാധ്യമാകും. അതാണ് യോഗക്ഷേമം. യോഗം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഭക്തിയിൽ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യോഗക്ഷേമങ്ങളൊക്കെ ഭഗവാൻ നോക്കും. യോഗം എന്ന് പറഞ്ഞാൽ എന്താ? അപ്രാപ്യസെ പ്രാപ്യവേദി യോഗം. നമ്മൾ പ്രതീക്ഷിക്കാത്തത്, അർഹതയില്ല എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമുക്ക് ലഭിക്കുന്നതാണ് യോഗം. അത് ചിലപ്പോൾ യാദൃശ്യമായിട്ട് കിട്ടും. അപ്പൊ അതിൽ സന്തുഷ്ടനായിരിക്കണം. എതിർച്ചാ ലാഭസന്തോഷം. ചിലപ്പം ലാഭം ഉണ്ടാകാം, ചിലപ്പോൾ നഷ്ടം ഉണ്ടാകാം. അതാണ് സിദ്ധ്യ സമഭൂതം. എന്ത് സംഭവിച്ചാൽ അവിടെ തൃപ്തി, സന്തോഷത്തോടു കൂടി ഇരിക്കണം. അത് സന്തുഷ്ടനായിരിക്കണം എന്നർത്ഥം. അതാണ് ദ്വന്ദ്വാതീതോ വിമത്സര. ദ്വന്ദ്വാതീതം എന്ന് പറഞ്ഞാൽ ദ്വന്ദ്വഭാവത്തെ ജയിച്ചിട്ട് വേണം നിൽക്കാൻ, ഇല്ലെങ്കിൽ മത്സരബുദ്ധി ഉണ്ടാകും. ഇപ്പം എൻ്റെയും ഞാൻ എന്നുള്ള ഈ വികല്പം തന്നെ ഞാനും എൻ്റെ ഇല്ലാതെ ആയാലേ ദ്വന്ദ്വഭാവം ഇല്ലാതെ വരുള്ളൂ. ഇത് തന്നെ 2 ഭാവമാണ്. നമ്മളിൽ തന്നെയുള്ള 2 ഭാവങ്ങളാണ് ഞാനെന്നും എൻ്റെ എന്നും പറയുന്നത്. ആ ഭാവം ഇല്ലാതായാൽ തന്നെ അദ്വൈതമാണ്. ദ്വന്ദ്വാതീതം എന്ന് പറഞ്ഞാൽ എന്താ? അദ്വൈതാമൃതവർഷിണിയും ഭഗവതിയും അഷ്ടാദശ ഗീതയുടെ മോട്ടിവേഷൻ പോലും ദ്വന്ദ്വാതീതമാണ്.
അപ്പോ ഈ ത്യാഗമനസ്സി എന്ന് പറഞ്ഞാൽ തന്നെ ഈ വികല്പങ്ങളും സങ്കല്പങ്ങളും നമുക്ക് ഇല്ലാതെ വരണം. ദ്വന്ദ്ഭാവം ഇല്ലാതെ വന്നാൽ മാത്രമേ, ഇല്ലെങ്കിൽ ഈശ്വരനും വേറെ നമ്മളും വേറെ എന്നുള്ള ഭാവത്തിലാണ് നമ്മൾ ഭജിക്കുന്നത്. അത് രണ്ടും ഒന്നാണെന്നുള്ള ഭാവത്തിലേക്കാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ ഈശ്വരൻ ഇരിക്കുന്നുണ്ട്. ആ ഒരു ഭാവത്തിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് ദ്വന്ദ്വാതീതനായി തീരണം. ആ അദ്വൈത അനുഭൂതി ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ ഈശ്വര സാക്ഷാത്കാരം നമുക്ക് സാധിക്കും. എത്ര കാലം നിങ്ങൾ ഈശ്വരനും ഞാനും വേറെയാണ് എന്ന സങ്കല്പത്തിൽ വർത്തിക്കുന്നുവോ അതുവരെ, എന്ന് വരെ ആ ദ്വന്ദ്വത്തെ ജയിക്കാതിരിക്കുന്നിടത്തോളം കാലം സങ്കല്പ വികല്പങ്ങളിൽ നിന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ഈശ്വര സാക്ഷാത്കാരം സാധ്യമല്ല. ഈശ്വര സാക്ഷാത്കാരവും സാധ്യമല്ല. പിന്നെന്താ? ആത്മസാക്ഷാത്കാരം തന്നെയാണ് ഈശ്വര സാക്ഷാത്കാരം. അത് സാധിക്കാതെ വരും. ആ ഒരു അവസ്ഥയിലേക്ക് എത്തേ ദ്വന്ദ്വാതീതനാകാനുള്ള എളുപ്പമാർഗം എന്താ? സമസിദ്ധാവസിദ്ധൗച കൃത്വാപീന നിബദ്ധ്യതേ. എതിർച്ചാ ലാഭസന്തുഷ്ട, യാദർച്ഛികമായിട്ട് ലഭിക്കുന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനും ദ്വന്ദ്വാതീത, സുഖദുഃഖങ്ങൾ ശീതോഷ്ണങ്ങൾ ഇത്യാദി ദ്വന്ദ്ങ്ങളെ അതിക്രമിക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ 2-ാം അധ്യായത്തിൽ പറഞ്ഞത് ഇതൊക്കെ സഹിക്കാൻ തയ്യാറാണ്, എന്നാലേ ഇതിനെ അതിക്രമിക്കാൻ പറ്റും. സുഖം ദുഃഖം ലാഭം നഷ്ടം ജയം പരാജയം, ഈ ദ്വന്ദ്ഭാവത്തെ സഹിക്കാൻ, ഇത് പ്രകൃതിയുടെ നിയമമാണ്. ചൂട് തണുപ്പ് ലാഭം നഷ്ടം ജയം പരാജയം, ജനനം മരണം, ഈ ദ്വന്ദ്ഭാവം എന്നുള്ള പ്രകൃതിയുടെ സ്വഭാവമാണ്. അതിനെ അതിക്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു അവസ്ഥകളെയൊക്കെ ആദ്യം സഹിക്കാൻ പഠിക്കണം. അതാ മാത്ര സ്വസ്വന്തയ ശീതോഷ്ണ സുഖദുഃഖത അഗമാപായിനോ അനിത്യതാം ത്രിദിക്ഷസ്വ ഭാരത എന്ന് പറഞ്ഞു 2-ാം അധ്യായത്തിൽ. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഈ ദ്വന്ദ്ഭാവം നമ്മളിൽ നിന്നില്ലാതെയാകുള്ളൂ. അതായത് ആദ്യമൊക്കെ സുഖവും ദുഃഖവും ലാഭവും നഷ്ടവും ജയവും പരാജയവും ഒക്കെ ഈ ദ്വന്ദ്ഭാവങ്ങളിൽ, സുഖം ഉണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ സുഖം അനുഭവപ്പെടും. നമുക്ക് ഇഷ്ടപ്പെടാത്ത സംഭവിച്ചാൽ ദുഃഖമായിട്ട് മാറും. ഇതിപ്പോ ദുഃഖം കഴിഞ്ഞാൽ സുഖം വരും, സുഖം കഴിഞ്ഞാൽ ദുഃഖം വരും, ചൂട് കഴിഞ്ഞാൽ തണുപ്പ് വരും, തണുപ്പ് കഴിഞ്ഞാൽ വീണ്ടും ചൂട് വരും, ജനനം കഴിഞ്ഞാൽ മരണം, മരണം കഴിഞ്ഞാൽ ജനനം. അപ്പൊ ഇതിനെ, ഈ ദ്വന്ദ്ഭാവത്തെ ഒക്കെ സഹിക്കാൻ പറഞ്ഞു. ആദ്യം സഹിക്കാൻ പഠിക്കണം, എങ്കിലേ അതിനെ അതിക്രമിക്കാൻ സാധിക്കും. അതാണ് സമസിദ്ധാവസിദ്ധൗച കൃത്വാപീന നിബദ്ധ്യതേ. ദ്വന്ദ്വാതീതൻ എന്ന് പറഞ്ഞാൽ സുഖദുഃഖങ്ങൾ ദുഃഖങ്ങൾ ഇത്യാദി ദ്വന്ദ്ഭാവങ്ങളെ അതിക്രമിക്കണം. വിമത്സര, മത്സര്യമില്ലാതിരിക്കണം. നമുക്ക് ഈ ദ്വന്ദ്ഭാവം ഉണ്ടായാൽ ഒന്നിനേക്കാൾ കൂടുതൽ മറ്റൊന്ന് എന്ന് മത്സര ബുദ്ധി ഉണ്ടാകും. പിന്നെ കോമ്പറ്റീഷൻ അതുകൊണ്ടാണ് വരിക. അതുകൊണ്ട് ആ മത്സര ബുദ്ധി ഇല്ലാതിരിക്കണം. സിദ്ധവും അസിദ്ധവും ച, കിട്ടിയതിലും കിട്ടാത്തതിലും, കിട്ടാതെ പോയാലും കിട്ടിയാലും അതിനെ സമബുദ്ധിയോട് കൂടിയവനും ആയിരിക്കുന്ന അയാൾ കൃത്വാ അപി ന നിബദ്ധ്യതേ, കർമ്മം ചെയ്താലും ബന്ധിക്കപ്പെടുന്നില്ല എന്നർത്ഥം. കൃത്വ അപീന നിബദ്ധ്യത, കർമ്മം ചെയ്താലും ബന്ധിക്കപ്പെടുന്നില്ല. അവിചാരിതമായിട്ട് ലഭിക്കുന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനും സുഖദുഃഖാദി ദ്വന്ദ്ങ്ങളെ അതിക്രമിച്ചവനും മത്സരബുദ്ധി ഇല്ലാത്തവനും കിട്ടിയതിലും കിട്ടാതെ പോയതിലും സമഭാവനയും ഉള്ളവനായവൻ കർമ്മം ചെയ്താലും ആ കർമ്മം ബന്ധകാരണം ആകുന്നില്ല. ഈ ഒരു അവസ്ഥയിലെത്തിയ ഈ സങ്കല്പ വികല്പങ്ങളൊക്കെ വിട്ടിട്ട്, ഞാനെന്നും എൻ്റെ എന്നുള്ള ഭാവം വിട്ടിട്ട് ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അതിങ്ങനെ ബന്ധകാരണങ്ങളാകാതിരിക്കണമെങ്കിൽ, നമ്മൾ ബന്ധനത്രയത്തിൽ പെടാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ ദ്വന്ദ്ഭാവത്തെ ജയിക്കണം, അദ്വൈത അനുഭൂതിയിലേക്ക് എത്തണം. അതിന് അസൂയ, അഹങ്കാരം, ഈ വികാരത്തിൽ നിന്നുണ്ടാകുന്ന വികാര വിചാരങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യണം, അതിനെ വർജിക്കണം എന്നർത്ഥം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് മാത്രമേ ആഗ്രഹങ്ങളില്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കൂ. കാമ്യകർമ്മങ്ങൾ ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം?
ഉള്ളത് കൊണ്ട് തൃപ്തിയായിട്ടിരിക്കുന്നവന് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലല്ലോ. ഉള്ളത് കൊണ്ട് സന്തുഷ്ടനായിട്ടിരിക്കുക, വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കാതിരിക്കുക, ഉള്ളത് കൊണ്ട് പൂർണ്ണ സന്തുഷ്ടനായിട്ടിരിക്കാൻ സാധിക്കണം. അത് അത്ര പറയുമ്പം എളുപ്പമാണെങ്കിലും ആ ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതിനാണ് ഞാൻ പറഞ്ഞത്, അത് പ്രാക്ടീസ് ചെയ്യാനാണ് നമ്മൾ ഈശ്വര കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും എന്തെങ്കിലും കിട്ടിയാലും കിട്ടിയില്ലേലും ഫലേച്ഛയോട് കൂടി ചെയ്യാതിരിക്കുക. അത് ഡെഡിക്കേറ്റഡ് ആയാൽ, അത് കുറേ പ്രാക്ടീസ് നിങ്ങളെ സ്വഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ രക്തത്തിൽ അരിഞ്ഞു ചേരും. അപ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിൽ ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുന്നവനായിട്ട് മാറും. ബാക്കിയുള്ള കർമ്മങ്ങളിലൊക്കെ ഈ ഒരു ഭാവം വരും. അപ്പോഴാണ് ഈ ദ്വന്ദ്വഭാവത്തെ ജയിക്കാൻ സാധിക്കും. കർമ്മബന്ധനം ദ്വന്ദ്വഭാവത്തെ ജയിക്കാത്തിടത്തോളം കർമ്മബന്ധനം ഒഴിവാവില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്രകാരം മത്സരബുദ്ധിയും അസൂയയും വികാര വിചാരങ്ങൾ കടുമയാകാതെ കിട്ടിയതിലും കിട്ടാതെ പോയതിലും സമഭാവന ഉള്ളവൻ കർമ്മം ചെയ്താലും ആ കർമ്മം ബന്ധകാരണമായിരിക്കും. ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാന അവസ്ഥിത ചേതസ യജ്ഞയാചരത കർമ്മ സമഗ്രം പ്രബലീയതേ. ഗതസംഗസ്യ മുക്തസ്യ, ആസക്തി ഇല്ലാത്തവനും വിഷയങ്ങളിൽ നിന്ന് മുക്തനും. ഗതസംഗസ്യ മുക്തസ്യ എന്ന് പറഞ്ഞാൽ ആസക്തി ഇല്ലാത്തവനും വിഷയബന്ധങ്ങളിൽ നിന്നും മുക്തനും. ജ്ഞാന അവസ്ഥിത ചേതസ, ജ്ഞാനത്തിൽ ഉറച്ച മനസ്സോടുകൂടിയവനും യജ്ഞായ ആചരത, യജ്ഞത്തിനായിക്കൊണ്ട്, അതായത് യജ്ഞം എന്ന് പറഞ്ഞാൽ തന്നെ ലോകസേവാർത്ഥം ആചരിക്കുന്നവനുമായ, അതായത് ആ ജ്ഞാനത്തോടുകൂടി കർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ അത് യജ്ഞമായി പരിണമിക്കണമെങ്കിൽ സ്വാർത്ഥബുദ്ധി ഇല്ലാതെ ആകണം. ഞാനും എൻ്റെ എന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ അത് യജ്ഞമാകില്ല, താനും കർമ്മബന്ധനം ഉണ്ടാകും. അതുകൊണ്ട് ലോകസേവാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല. അവിടെ സങ്കുചിത മനസ്സോടുകൂടി സ്വാർത്ഥ താല്പര്യത്തിലായിരിക്കും പ്രവർത്തിക്കാറ്. അതുകൊണ്ട് യജ്ഞ ആചരത, യജ്ഞായ ആചരത, യജ്ഞത്തിനായിക്കൊണ്ട് ലോക സേവാർത്ഥം ആചരിക്കുന്നവനുമായ സമഗ്രം കർമ്മ പ്രബലീയതേ, ജ്ഞാനിയുടെ എല്ലാ കർമ്മങ്ങളും ലയിച്ചു തരും. ആസക്തി ഇല്ലാത്തവനായിക്കൊണ്ട് വിഷയബന്ധങ്ങളിൽ നിന്ന് മുക്തനായി ജ്ഞാനത്തിൽ ഉറച്ച മനസ്സോടുകൂടിയവനായിക്കൊണ്ട് ലോകസേവാർത്ഥം കർമ്മം ആചരിക്കുന്ന ജ്ഞാനിയുടെ എല്ലാ കർമ്മങ്ങളും ലയിച്ച് ഇല്ലാതെയാകുന്നു. നിസ്വാർത്ഥമായിട്ട് ലോകസേവാർത്ഥം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ എല്ലാം യജ്ഞം തന്നെയാണ്. അവ ബന്ധകാരണങ്ങളായി തീരുന്നതല്ല. ആണ് വിശാല ബുദ്ധി വേണം. നമ്മൾ ഭഗവാന്റെ അടുത്ത് പോയിട്ട് സ്വാർത്ഥ താല്പര്യം, എനിക്കത് വേണം ഇത് വേണം എന്നുള്ള ആ പ്രാർത്ഥന തന്നെ ഇല്ലാതെയാകണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ തനിയെ നിസ്വാർത്ഥമായിട്ട് പിന്നെ കർമ്മം ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ഭഗവാന്റെ അടുത്ത് പോയ പ്രാർത്ഥന എന്തായിരിക്കും? ലോകാ സമസ്ത, ലോകത്തിലുള്ള എല്ലാവരും സുഖമായിട്ട് ഇരുന്നോട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ പ്രാർത്ഥന നിങ്ങളെ കർമ്മശുദ്ധി നൽകുകയും ചെയ്യും, നിസ്വാർത്ഥമായിട്ടുള്ള സേവനങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവനായിട്ട് മാറും. നിസ്വാർത്ഥമായിട്ട് ലോകസേവാർത്ഥം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ എല്ലാം യജ്ഞം തന്നെയായിട്ട് മാറും. അവ ബന്ധകാരണങ്ങളായി തീരുന്നില്ല എന്നർത്ഥം. അപ്പൊ ഈ സഹയജ്ഞ ഭാവന എന്ന് പറഞ്ഞാൽ തന്നെ, ഈശ്വരന്റെ ഭാവന എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഇത്തരത്തിൽ നിസ്വാർത്ഥമായിട്ട് ലോകസേവാർത്ഥ പ്രവർത്തിക്കുന്ന ഒരു ഭാവന ഉണ്ടാകണം. അവനാണ് ഇഷ്ടഭോഗങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടഭോഗങ്ങൾ കിട്ടിയാലും ലോകസേവാർത്ഥമായിട്ട് സമർപ്പിച്ചാൽ അത് ഈശ്വരന്മാരെ പോഷിപ്പിക്കുന്നതിന് തുല്യമായിരിക്കും, ഏറ്റവും വലിയ സേവയായിട്ട് മാറും. അപ്പോൾ അത്
പരമമായ ശ്രേയസ്സിലേക്ക് എത്തുന്നവർ. ഇപ്പോ ഗതസംഘസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിത ചേതസ യജ്ഞ ആചരിത കർമ്മം സമഗ്രം പ്രബലീയത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈശ്വര കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും അവിടെ തുടങ്ങാൻ പറ്റൂ. അല്ലാതെ എത്ര പറഞ്ഞാലും നമുക്ക് ഈ ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യാനും ഒക്കെ പറഞ്ഞാൽ പെട്ടെന്ന് അത് പറയാൻ എളുപ്പമാണെന്നേ ഉള്ളൂ, കേൾക്കാനും എളുപ്പമാണ്, പ്രവർത്തിക്ക് കൊണ്ടുവരുന്ന എളുപ്പമൊന്നുമല്ല. അപ്പം ഞാൻ പറയുന്ന ഈശ്വര കാര്യങ്ങൾ ചെയ്യുന്ന നാമം ജപിക്കുകയോ ഇല്ലെങ്കിൽ ക്ഷേത്രദർശനം നടത്തുകയോ പ്രത്യേകിച്ച് നമുക്ക് സ്വാർത്ഥ താല്പര്യമൊന്നും ഇല്ലാത്ത വിധത്തിൽ വേണം അത് ചെയ്യാൻ ശീലാക്കുക. അപ്പോഴേ ബാക്കിയുള്ളതിലേക്ക് അത് നിങ്ങൾക്ക് ശീലമായാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും നിസ്വാർത്ഥമായിട്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ തന്നെ എന്നു മുതൽ ലോകാസമസ്ത സുഖിനോ ഭവന്തോ എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ എൻ്റെ കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ കാര്യവും കൂടെ ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇപ്പം എൻ്റേതായിട്ടുള്ളതെല്ലാം വിട്ടിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഈ കർമ്മം ചെയ്യാൻ സാധിക്കുന്നതും ഈ ഒരു എക്സ്പീരിയൻസാണ്. അതാണ് ജ്ഞാനകർമ്മം എന്ന് പറയുന്നത്. ജ്ഞാനത്തോടുകൂടി കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞാൽ കർമ്മബന്ധനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ഗീതാശാസ്ത്രം അനുസരിച്ചുകൊണ്ട് ഏത് കർമ്മവും ചെയ്യാൻ സാധിക്കുന്നർത്ഥം. അങ്ങനെ ചെയ്ത് ആ സ്വഭാവം ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത നമ്മുടെ രക്തത്തിൽ അത് അലിഞ്ഞു ചേരും. നിസ്വാർത്ഥമായിട്ടുള്ള സേവനങ്ങൾ ചെയ്യാനുള്ള ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അവിടെ എന്ത് കിട്ടിയില്ല എന്നുള്ളതും ഇല്ല. നമുക്കുള്ളത് പോലും ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്കത് എൻ്റെ എന്ന് പറഞ്ഞു ഡിപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്ന് എടുക്കാനൊക്കെ ആദ്യം നമ്മളൊരു 10 പേർക്ക് ഊണ് കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും അത് ഞാനെങ്ങനെ എൻ്റെ പൈസ എങ്ങനെ ചിലവാക്കുന്നത്, ആരെങ്കിലും സ്പോൺസർ ചെയ്താലേ ചെയ്യാം, ഇങ്ങനെയൊക്കെ ചിന്താഗതിയൊക്കെ വരും. അതൊന്നും അല്ല. നമ്മളിപ്പം ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ അതിലൊന്നും കൺസിക്വൻസീസ് ഒന്നും ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ലോകസേവാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല. അവിടെ സ്വാർത്ഥ താല്പര്യം, വിശാല ബുദ്ധി ഉണ്ടാകില്ല. ഇപ്പം ഞാൻ ഇത് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ വന്നിരുന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് 51 സപ്താഹം നടക്കുന്നതിൽ ഞാൻ പറഞ്ഞല്ലോ 8 എണ്ണമൊക്കെയുള്ള ബുക്കിങ്ങുള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് കിട്ടുന്ന പെൻഷനോ ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതിന് ഞാൻ വറീഡല്ല. അതെന്ത് ചെയ്യുന്നു ചിന്തിക്കണ്ട. അത് ഭഗവാൻ നമ്മുടെ കയ്യിലില്ലാന്ന് തോന്നിയാൽ സഹായിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം കൃത്യം 1200 ഒരു ദിവസത്തെ ഭക്ഷണം കൊടുത്തതിൻ്റെ വൈകുന്നേരം ആയപ്പോഴത്തേനും അത് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ കൊണ്ടു തന്നു. ആരെ കൊണ്ടു തന്നെ? പലരായിട്ട് കൊണ്ടു തന്നു, ഒരാളല്ല. ഇങ്ങനെയാണ് ലോകസേവാർത്ഥമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അത് കർമ്മബന്ധനമായി തീരില്ല. എനിക്കതൊരു ബാധ്യതയായിട്ട് വരില്ല. ഒരു നേരത്തെ എണ്ണയ്ക്കോ ഒരു നേരത്തെ ചന്ദനത്തിക്കോ കർപ്പൂരത്തിനോ ഒരു നേരത്തെ നേദ്യത്തിനോ ഞാൻ വറീഡല്ല എന്നർത്ഥം. ഇതാണ് യോഗക്ഷേമം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കർമ്മം ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്വഭാവം അതായി മാറിയോണ്ട് ഇനി ബാക്കിയുള്ളവർ നമ്മുടെ കുടുംബത്തിലെ കാര്യം പോലും ഈസിയായിട്ട് നടക്കും. അതൊന്നും കർമ്മബന്ധനമായിട്ട് നടക്കില്ല. ഒരു തരത്തിലും ബന്ധനം ഇല്ല എന്നർത്ഥം. ഒരു ബാധ്യതയില്ല, ഒരു പ്രാരാബ്ധവും ഇല്ല, ഒരു താപത്രയങ്ങളും ഇല്ല, ഒരു ബന്ധനത്രയവും ഇല്ല. ഏത് സമയത്ത് വീണു പോയാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പൊ വീട്ടിലുള്ളവരും പഠിച്ചല്ലോ, എന്നെ പിരിഞ്ഞിരിക്കാനൊക്കെ പഠിച്ചല്ലോ തന്നെ. അപ്പൊ കർമ്മബന്ധനം ഇല്ല, ബന്ധനത്രയൊക്കെ പോയി. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഡിഫൻസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വർഷത്തിലൊരിക്കൽ വന്നു പോകുന്നു. അപ്പം കുറച്ചു നേരം കൂടി ചേർന്നാലും പിന്നെയും പിരിയുന്ന അവസ്ഥയും ഇല്ലാതെയൊക്കെ കുടുംബം കഴിഞ്ഞു കൂട്ടാനൊക്കെ കുടുംബത്തിലുള്ളവർ കഴിഞ്ഞ് ശീലായി. അപ്പം ഇങ്ങനെ നമ്മൾ ജീവിതത്തിൽ പല ഘട്ടങ്ങളായിട്ട് ഈ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് സ്വഭാവത്തിൽ ഈ ഒരു ഭാവം, നിസ്സംഗ ഭാവം, നിസ്വാർത്ഥ ഭാവം ക്രിയേറ്റ് ചെയ്ത് വരണം. ഇല്ലെങ്കിൽ പൂർവ്വജന്മാർജിതമായിട്ട് തന്നെ നമ്മൾ ഞാൻ എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കുറ്റിയടിച്ച് അതിൽ നിന്ന് ഇളകാതെ ഈ ദ്വന്ദ്ഭാവത്തിൽ നിന്ന് നമ്മൾ നിസ്വാർത്ഥമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യുന്നതിൽ താല്പര്യമില്ലാത്ത വാസനാബലത്തിലായിരിക്കും വീണ്ടും വീണ്ടും കർമ്മബന്ധനം ഉണ്ടാക്കി ജനിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് അതില്ലാതിരിക്കണമെങ്കിൽ ജ്ഞാനകർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഏത് കാര്യം ചെയ്താലും അത് കർമ്മബന്ധനമായിട്ട് തീരും. സ്വാർത്ഥ താല്പര്യത്തിൽ ചെയ്താൽ അത് നോട്ട് ചെയ്ത് വെച്ചോളണം. ഈശ്വരകാര്യം ചെയ്താലും വേണ്ടില്ല, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുവോ, അടിച്ചു വാരോ, വീട്ടുകാര്യങ്ങൾ നോക്കുവോ, ജോലി ചെയ്ത് കിട്ടുന്ന ഫലമോ അവിടെ സ്വാർത്ഥതയുടെ അംശം ചേർന്നിട്ടുണ്ടോ യാതൊരു സംശയവും ഇല്ല. അതൊക്കെ കർമ്മബന്ധനമായി തീരും, പുനർജന്മത്തിന് കാരണമായി ഭവിക്കും.
ശരീരം പോലും എൻ്റെ എന്ന് കരുതിയാൽ വകുപ്പ് മാറും. അതാ ഞാൻ പറഞ്ഞേ, നമ്മുടെ ഇടയും പിങ്കളയും ഇടത്തും വലത്തും രണ്ട് കുറ്റി അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ഏറ്റവും വലിയ ദ്വന്ദ്വഭാവം. തുടക്കത്തിൽ തന്നെ ഗീത പറയുമ്പോ തന്നെ ധൃതരാഷ്ട്രർ പറഞ്ഞത് എന്താ? എൻ്റെ ആൾക്കാരും പാണ്ഡവരും എന്ത് ചെയ്തു എന്ന്. ഈ ഒരൊറ്റ സ്വാർത്ഥതയാണ് രാജാവിന് പോലും തൻ്റെ രാജ്യത്തെ നശിപ്പിച്ചത്. ഞാനും എൻ്റെയും ശരിക്കും സഹോദരപുത്രന്മാരാ അല്ലെ, ഒരേ കുടുംബത്തിൽപ്പെട്ടവരാ. എന്നിട്ട് ഏതൊക്കെ കളിയാണ് മകന് കളിച്ചത്, എന്നിട്ട് അതിനൊന്നും തടയിടാൻ ഈ ധർമ്മരാജാവിന് രാജസ്ഥാനത്തിരിക്കുന്നവന് സാധിച്ചില്ല എന്നർത്ഥം. അവിടെ എന്താ ലിമിറ്റ് കൂടുതൽ? സ്വാർത്ഥത, പുത്രവാത്സല്യം. എത്രയെത്ര പ്രാവശ്യമാണ് ഉപദേശം കൊടുത്തിരിക്കുന്ന വിതുരരായിട്ടും വ്യാസദേവൻ തന്നെ ചെന്നിട്ടും ഏതൊക്കെ മുനിമാരെ കൊണ്ട് വരെ വ്യാസം പറഞ്ഞിട്ടും കേൾക്കാതെ ആയിട്ട് അതുപോലുള്ള മുനിയെ കൊണ്ട് ഉപദേശം കൊടുക്കാൻ വിളിച്ചു വരുത്തി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും കേൾക്കുന്നതൊക്കെ ഇത്രയൊക്കെ ഉപദേശം കേട്ടിട്ടും ഈ ധൃതരാഷ്ട്ര ജന്മം കൊണ്ട് മാത്രമല്ല അന്ധത, അറിവിലും അന്ധനായിരുന്നു എന്നർത്ഥം. അറിവ് പറഞ്ഞു കൊടുത്താലും അത് സ്വീകരിക്കാതിരിക്കുക, അതാണ്. അതുകൊണ്ട് എന്താ ഫലം ഉണ്ടായത്? ഒരു രാജ്യം മുഴുവൻ ചക്രവർത്തി സ്ഥാനത്ത് പൂർവീകരായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രാജ്യം തമ്മിൽ തല്ലി കുടുംബത്തിൽ കലഹം ഉണ്ടാക്കി നശിപ്പിച്ചു അല്ലേ? അതുകൊണ്ട് എത്ര സ്വാർത്ഥ താല്പര്യത്തോടെയാണോ ഏതൊക്കെ തരത്തിൽ പുത്രന്മാര് പിടിച്ചു പറിച്ചോ, എന്തൊക്കെ ശാസന വ്യവസ്ഥയിൽ അവരിൽ നിന്ന് ദുർമാർഗത്തിലൂടെ സമ്പാദിച്ചതും ഭഗവാന്റെ എടുത്തിട്ട് പ്രാർത്ഥിച്ച് മേടിച്ചത് പോലും രക്ഷിക്കാൻ സാധിച്ചില്ല ദുര്യോധനൻ. ഇവിടെയാണ് നമ്മള് ശുഭാശുഭങ്ങളുടെ ഫലചിന്ത നടത്തണം എന്ന് പറയുന്നതിന്റെ കാര്യം. കർമ്മബന്ധനം എങ്ങനെയാ ഉണ്ടാകുന്നതെന്ന് കൃത്യമായിട്ട് ഈ കഥകളിൽ നിന്ന് നമ്മൾ പഠിക്കണം. അതിനാണ് കർമ്മങ്ങളുടെ താത്വികമായ വശം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഓരോ കഥയിലും ഉണ്ടാകും കർമ്മതത്വം വെളിപ്പെടുന്ന വിധത്തില്. അതിനെ നമ്മൾ കീറിമുറിച്ച് ചിന്തിക്കണം. അതിന് അവസരങ്ങൾ കിട്ടിയിട്ടും പ്രയോഗിക്കാതിരുന്നതാണ് ധൃതരാഷ്ട്രക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അല്ലേ? എന്നാൽ ഇതിനൊക്കെ അവസാനം യുദ്ധം തുടങ്ങുന്ന സമയത്ത് വ്യാസദേവൻ ചെന്നിട്ട് ദിവ്യദൃഷ്ടി കൊടുക്കാമെന്ന് പറഞ്ഞു. അത് അതീന്ദ്രിയ ജ്ഞാനമാണ്. അത് നിഷേധിക്കാതിരുന്നെങ്കിലും ഈ ഇവിടെ കുടുംബം നശിപ്പിക്കാതെ നോക്കായിരുന്നു. ഇവിടെയാണ് മനുഷ്യൻ അവസരം കിട്ടിയാലും ചിലപ്പം നിഷിദ്ധ കർമ്മം ചെയ്യും, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യും, ചെയ്യേണ്ടതൊട്ട് ചെയ്യേയില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ സ്വാർത്ഥതയുടെ അംശം നിങ്ങൾ ഏത് കാര്യത്തിലുണ്ടായാലും അത് നിങ്ങളെ കർമ്മബന്ധനത്തിൽപ്പെടുത്തും. ഏത് കാര്യമായാലും വേണ്ടില്ല, ഭൗതികമായാലും വേണ്ട, ആധ്യാത്മികമായാലും വേണ്ട. നമുക്ക് ഈശ്വരീയ ഗുണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 26 ഗുണങ്ങളുണ്ട്. അത് നമുക്ക് ജന്മസിദ്ധമായിട്ട് നിരീശ്വരവാദിക്കും യുക്തിവാദിക്കും ഭക്തിവാദിക്കും ഒക്കെ ഒരേപോലെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 50% ദൈവീയ സമ്പത്തുണ്ട്. ആ 26 ഗുണങ്ങളുടെ 50% നമ്മൾ യൂട്ടിലൈസ് ചെയ്യാതെ ഒരു നിരീശ്വരവാദിക്കോ യുക്തിവാദിക്ക് പോലും ജീവിക്കാൻ സാധ്യമല്ല. അപ്പൊ ചിലപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 50% ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം വെച്ചിട്ട് നമ്മൾ അതേ ശക്തിയെ ദുർവിനിയോഗം ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, വിഷയസുഖ ഭോഗസുഖങ്ങൾക്ക് വേണ്ടിയിട്ട്, ആസുരി സമ്പത്തിനെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഈശ്വര ശക്തിയെ ദുർവിനിയോഗം ചെയ്യും. ദുർവിനിയോഗം ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ സ്വാർത്ഥ താല്പര്യത്തിൽ ഉപയോഗിക്കുന്നത് അങ്ങനെ മാത്രം ഉപയോഗിച്ചാൽ അത് ദുർവിനിയോഗമായിട്ട് മാറും, അത് ബ്രഹ്മഹത്യയായി മാറും. ഒരു ബ്രാഹ്മണനെ കൊല്ലല് മാത്രമല്ല ബ്രഹ്മഹത്യ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിൽ എല്ലാവരിലും ബ്രാഹ്മണത്വം ഉണ്ട്, ക്ഷത്രിയത്വം ഉണ്ട്, വൈശ്യത്വം ഉണ്ട്, ശൂദ്രത്വം ഉണ്ട്. നമ്മുടെ ധർമ്മത്തെ രക്ഷിക്കണമെങ്കിൽ ഈ 4 കാറ്റഗറിയിലും നമ്മൾ പ്രവർത്തിച്ച് ശ്രേഷ്ഠത നേടണം. അല്ലാതെ ഓരോരുത്തർക്ക് മാത്രം ചെയ്യാനുള്ളതൊന്നും അല്ല. അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ 4 കാറ്റഗറിയിലും പ്രവർത്തിച്ചു. ഈശ്വരനെ പൂജിച്ചിരുന്നു, ക്ഷത്രിയന്റെ ധർമ്മം ചെയ്തിരുന്നു, അതോടൊപ്പം തന്നെ കൃഷി സസ്യലതാദികളെ പരിപാലിച്ചിരുന്നു, ഗോക്കളെ പരിപാലിച്ചിരുന്നു. അതേപോലെ എവിടെ സേവനം എടുക്കാം, രാജസൂയത്തിൽ പോലും ഇലയെടുക്കാനും വിളമ്പി കൊടുക്കാനും ഒക്കെ പോയിരുന്നു. ശൂദ്രന്റെ കർമ്മം ചെയ്തില്ലേ? നമുക്ക് കർമ്മത്തിൽ എക്സ്പീരിയൻസ് വരണം എന്നുണ്ടെങ്കിൽ ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ക്ഷത്രിയനാണ്, ഞാൻ വൈശ്യനാണ്, ഞാൻ ശൂദ്രനാണ്, ഇങ്ങനെ മസിൽ പിടിച്ചിരുന്നാലൊന്നും നിങ്ങൾക്ക് കർമ്മത്തിൽ ശ്രേഷ്ഠത വരുന്ന പ്രശ്നമില്ല. അത് ഈശ്വരീയ ഗുണമല്ല. അങ്ങനെ നിങ്ങൾ ആ ദൈവിക സമ്പത്തിനെ പറ്റി പറയുമ്പോഴല്ലോ, ഞാൻ ആഠനാണ്, കുലീനനാണ്, ഈ ഭാവം ഉണ്ടാകും, ഞാനെന്ന ഭാവം ഉണ്ടാകരുത്, നിർഭയത്വം ഉണ്ടാകണം. ഇതൊക്കെ എത്ര കൃത്യമായിട്ടാണ് ഭഗവാൻ പറയുന്നത്.
അപ്പൊ ഈ ഈശ്വരീയ ഗുണങ്ങളെ പോഷിപ്പിക്കാനായിരിക്കണം ഈശ്വര ഭജനം. അതിൽ പോലും സ്വാർത്ഥതയുണ്ടായാൽ, നിങ്ങൾക്ക് അനന്യമായിട്ട് നിങ്ങൾ ഭജിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ശബ്ദം ക്ലിയറൻസ് വരും, നിങ്ങളുടെ ഈശ്വര ചൈതന്യം നിങ്ങളെ പ്രവർത്തിക്കാൻ തേജസ്സായിട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ പോലും ആരും ആകർഷിക്കുന്ന വിധത്തിലേക്ക് ഒരു തേജസ് ഉണ്ടാകും. ഇതൊക്കെ എൻ്റെ എന്നുള്ള ഭാവത്തിലേക്ക് എത്തിയാൽ, ഇതെനിക്ക് മാത്രമുള്ളതാ, എൻ്റെ എന്നുള്ള ഭാവത്തിൽ നിലനിർത്തിയാൽ ഇതൊക്കെ പോയി മറയും. അവിടെയും ആധ്യാത്മിക ഭക്തിഭാവത്തിൽ പോലും സ്വാർത്ഥതയുണ്ടായാൽ, എൻ്റെ എന്നും നിന്റെ എന്നും ഒക്കെ ഉള്ള ഭാവം, ദ്വന്ദ്ഭാവം ഉണ്ടായാൽ അത് കർമ്മബന്ധനത്തിലേക്കായിരിക്കും നയിക്കുക. വീണ്ടും ജനിക്കാൻ ഇടവരും, യാതൊരു സംശയമില്ല കാര്യത്തിൽ. അപ്പൊ 100% ഡെഡിക്കേറ്റഡ് ആവണം. അവിടെ കർമ്മശുദ്ധി വരൂ. കർമ്മശുദ്ധി വരണമെങ്കിൽ, പാപവും പുണ്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ 100% ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിത ചേതസ, അതിനുള്ള ജ്ഞാനം നേടണം. ആ ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. അതായിരിക്കണം നിങ്ങളുടെ തേജസ്സും ചേതസ്സും. അങ്ങനെ അത് യജ്ഞ ആചരിത ശ്രേഷ്ഠ, ആചരിത യജ്ഞമായിട്ട് ആചരിക്കുന്ന കർമ്മങ്ങൾ സമഗ്രം പ്രബലീയത എന്ന് പറഞ്ഞാൽ ഒരിക്കലും ബന്ധനത്തിൽപ്പെടുകൽ, നിസ്വാർത്ഥമായിട്ട് ലോകസേവാർത്ഥം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളായിട്ട് മാറണം നിങ്ങളുടെ ചിന്ത, വാക്ക്, പ്രവൃത്തികൾ. എന്ത് ചെയ്താലും അത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്നതായിരിക്കണം, പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും. അങ്ങനെയായാലേ കർമ്മബന്ധനങ്ങൾ ആകാതിരിക്കുകയുള്ളൂ. ഏതെങ്കിലും തരത്തിൽ കർമ്മബന്ധനം ഉണ്ടാകാൻ കാരണം എന്തായിരിക്കും? അവിടെ സ്വാർത്ഥതയുടെ അംശം നിങ്ങളുടെ സ്വഭാവത്തിൽ ഏത് കർമ്മം ചെയ്താലും വേണ്ടില്ല അതിലുണ്ടായാൽ അത് നിങ്ങളെ ബന്ധനത്തിലാക്കും. നിസ്വാർത്ഥമായിട്ട് വിശാല ബുദ്ധിയോട് ചെയ്യുന്ന ചിന്ത, വാക്ക്, പ്രവൃത്തികളൊക്കെ കർമ്മബന്ധന മുക്തി ഉണ്ടാക്കി തരും. ഇനി അതിനു വേണ്ടിയിട്ട് നമ്മുടെ ചിന്ത, വാക്ക്, പ്രവൃത്തി എല്ലാം ബ്രഹ്മമായി കരുതണം എന്ന് പറയുകയാണ് അടുത്ത ശ്ലോകത്തിലെ. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഞാൻ ബ്രഹ്മമാണ്, എൻ്റെ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും ബ്രഹ്മമാണ്. ഞാൻ എന്ത് ചെയ്താലും, ഹോമം ഇല്ലെങ്കിൽ ബ്രഹ്മാഗ്നവും ബ്രഹ്മണാഹുതം എന്ന് പറഞ്ഞാൽ എന്താ? ബ്രഹ്മമാകുന്ന അഗ്നിയിൽ ബ്രഹ്മത്താൽ ചെയ്യപ്പെടുന്ന ഹവനം ക്രിയയും എന്ന് പറഞ്ഞാൽ ഹോമങ്ങള് ബ്രഹ്മം തന്നെ. ബ്രഹ്മകർമ്മ സമാധിന, ബ്രഹ്മമാകുന്ന കർമ്മത്തിൽ ഏകാഗ്രത. ഏകാഗ്ര തേന ബ്രഹ്മ ഏവം ഗന്ധവ്യം, മനസ്കനാകയാൽ പ്രാപിക്കേണ്ടതും ബ്രഹ്മം തന്നെ. ബ്രഹ്മമാകുന്ന കർമ്മത്തിൽ ഏകാഗ്ര മനസ്കനാകയാൽ പ്രാപിക്കേണ്ടതും ബ്രഹ്മം തന്നെ. ഹോമകർമ്മം ബ്രഹ്മമാകുന്നു, ഹോമ സാമഗ്രികൾ ബ്രഹ്മമാകുന്നു, ഹോമ അഗ്നിയും ബ്രഹ്മമാകുന്നു, ഹോമക്രിയയും ഹോതാവും ബ്രഹ്മം തന്നെയാകുന്നു. അങ്ങനെ കർമ്മത്തെ ബ്രഹ്മമായി കാണുന്ന ബ്രഹ്മരൂപിയായിരിക്കുന്ന യജ്ഞകർത്താവിൻ്റെ പ്രാപ്യസ്ഥാനവും ബ്രഹ്മം തന്നെയാകുന്നു. ബ്രഹ്മജ്ഞാനി സകലവും ബ്രഹ്മമായി കാണുന്നു എന്ന് സാരം. സദാ തദ്ഭാവഭാവിതാക. ഭക്ഷണത്തിന് മുമ്പ് ഹിന്ദുക്കൾ മന്ത്രമായിട്ട് ഉച്ചരിക്കാറുള്ള ശ്ലോകം കൂടിയാണ്. അങ്ങനെ ഉച്ചരിക്കാറുണ്ടോ? നമ്മൾ ഭക്ഷണം കഴിക്കാൻ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രാർത്ഥിക്കണമെന്നാണ് പറയാ. പ്രാർത്ഥിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട ഒരു മന്ത്രമാണ്. അത് കൈ തൊഴുതു പിടിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഈ ശ്ലോകം നിങ്ങൾ അന്നം ബ്രഹ്മമാകുന്നു, അത് കഴിക്കുന്ന ആളും ബ്രഹ്മമാണ്, ഹോതാവും ബ്രഹ്മമാണ്, നമ്മളൊരു പൂജ ചെയ്യുകയാണെങ്കിൽ പൂജാദ്രവ്യങ്ങളും ബ്രഹ്മമാണ്, വെള്ളവും ബ്രഹ്മമാണ്, അഗ്നിയും ദീപവും ബ്രഹ്മമാണ്, ആ പൂജ കഴിക്കുന്നയാളും ബ്രഹ്മമാണ്, ആ ഹോമക്രിയയും അതായത് പൂജ എന്ന് പറയുന്ന ക്രിയയും ബ്രഹ്മമാണ്. അങ്ങനെ എല്ലാം ബ്രഹ്മമയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം എന്നർത്ഥം. അപ്പോൾ ഈശ്വരനിലേക്ക് എത്താൻ ബ്രഹ്മസാക്ഷാത്കാരത്തിന് എളുപ്പമാണ്. നമ്മുടെ ചിന്ത ബ്രഹ്മമാകണം, വാക്കുകൾ ബ്രഹ്മമാകണം, പ്രവൃത്തികളെല്ലാം ബ്രഹ്മമാകണം. അത് ഈശ്വര കാര്യങ്ങൾ ചെയ്താലും നമ്മൾ അടിച്ചു വാരിയാലും വേണ്ടില്ല, പ്രവർത്തിച്ചാലും വേണ്ടില്ല, എന്തൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നോ അതൊക്കെ ബ്രഹ്മമായി കാണണം. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നോ അതൊക്കെ ബ്രഹ്മമായി കാണണം. അതാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി വന്നു കഴിഞ്ഞാലോ അവൻ അപ്പോഴാണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുക. ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള ഭാവത്തിലേക്ക്, ആ ഒരു ബോധതലത്തിലേക്ക് ഉയരണം എന്നുണ്ടെങ്കിൽ എല്ലാം തൂണിലും തുരുമ്പിലും നടപ്പിലും എടുപ്പിലും ഈശ്വരനെ കാണണം എന്നർത്ഥം. ഒക്കെ ഈശ്വരൻ, ഈശാവാസ്യം ഇതം സർവം എന്ന് ഈശാവാസ്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. ഈശ്വരന്റെ അംശം വാസിക്കാത്ത, ഈശ്വരൻ വസിക്കാത്ത ഒരു വസ്തുവും ഈ പ്രപഞ്ചത്തിലില്ല എന്നർത്ഥം. അത് തന്നെയാണ് എല്ലാത്തിലും ബ്രഹ്മത്തെ കാണണം എന്ന് പറയുന്നത്. ചിന്താ, വാക്ക്, പ്രവൃത്തികളൊക്കെ ബ്രഹ്മമായി കാണണം. അപ്പോൾ നമ്മളൊരു ഗണപതി ഹോമം തന്നെ നടത്തുകയാണെങ്കിൽ ഗണപതിയും ബ്രഹ്മമാണ്, ഗണപതി ഹോമത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹോമകുണ്ഡം ബ്രഹ്മമാണ്, ഹോമം ബ്രഹ്മമാണ്, ഹോമത്തിന് ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളെല്ലാം ബ്രഹ്മമാണ്, ഹോമം നടത്തുന്ന ആള് ബ്രഹ്മമാണ്, എല്ലാം ബ്രഹ്മമയം. അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. ബ്രഹ്മജ്ഞാനി സകലവും ബ്രഹ്മമായി കാണുന്നു എന്ന് സാരം. ഭക്ഷണത്തിന് മുമ്പ് ഹിന്ദുക്കൾ മന്ത്രമായിട്ട് ഉച്ചരിക്കാറുള്ള ശ്ലോകമാണിത്. ഉച്ചരിക്കേണ്ട ശ്ലോകമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉച്ചരിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഉച്ചരിക്കാറില്ല എന്ന് തന്നെ പറയാം, അല്ലേ? ഗീത പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ഭക്ഷണം എടുത്തു വെച്ചാൽ പ്രാർത്ഥിക്കേണ്ട? ഒന്നുമില്ലേലും ഹരിയോം എന്നെങ്കിലും പ്രാർത്ഥിച്ചിട്ട് കഴിക്കുക. അങ്ങനെ ഒരു ശീലം ഉണ്ടോ? അതും ഉണ്ടാവില്ല. എല്ലാം നാരായണനാണെന്ന് കരുതിയാലും മതി. നിങ്ങൾ ഏത് ഇഷ്ടദേവതയെ വിചാരിക്കണം, ആ ഇഷ്ടദേവതയെ വിചാരിച്ചിട്ട് കഴിച്ചാൽ അത് പ്രസാദമായിട്ട് മാറും. അപ്പൊ ആ യജ്ഞഭാവന നിലനിർത്താൻ വേണ്ടിയിട്ട്, ഈശ്വര ശക്തിയെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായ മാർഗമാണ് ഈ പറഞ്ഞത് എന്നർത്ഥം. നമ്മൾ എന്ത് ചെയ്താലും ഒക്കെ യത്കരോഷി യശനാശി യജ്ജുഘോഷി ദദാസി, എന്ത് ചിന്തിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും അതൊക്കെ ബ്രഹ്മമായി കാണും. അതിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ശരീരമായിക്കോട്ടെ, അതിനുപയോഗിക്കുന്ന കർമ്മേന്ദ്രിയങ്ങളായിക്കോട്ടെ, അതിനുള്ള വസ്തുക്കൾ, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണോ അതൊക്കെ ബ്രഹ്മമായി കാണണം. നമ്മളെ തന്നെ ബ്രഹ്മമായി കാണണം. ഇല്ലേ മറ്റൊരാളെ കൊണ്ട് ജയിച്ചാൽ അയാളും ബ്രഹ്മമായി കാണണം, ഹോതാവും ബ്രഹ്മമായി കാണണം. അങ്ങനെ എല്ലാം. അത് ഞാൻ പറഞ്ഞില്ലേ, ആദ്യം നമ്മൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് പ്രാബല്യത്തിൽ വരുത്തുന്നത് നമ്മൾ ഈശ്വര കാര്യങ്ങൾ ചെയ്യുന്നതിൽ ആണ്. ആദ്യം എല്ലാം ബ്രഹ്മമായി കാണണം, ഈശ്വരനെ ബ്രഹ്മമായി കാണണം, ഈശ്വരന് വേണ്ടി സമർപ്പിക്കുന്ന വസ്തുക്കൾ ബ്രഹ്മമായി തരണം, പൂജാതി ദ്രവ്യങ്ങൾ ബ്രഹ്മമായി കാണണം, അത് സമർപ്പിക്കുന്ന ആളെ ബ്രഹ്മമായി കാണണം. അങ്ങനെ ഒരു ഭാവനയിലേക്ക് ഈശ്വര കാര്യങ്ങളിലെങ്കിലും ഫലേച്ഛയില്ലാതെ നിസ്വാർത്ഥമായിട്ട് അത് സമർപ്പിക്കാൻ തുടങ്ങിയാൽ അതാണ് ദേവാൻ ഭാവേതാൻ ഏനദൈ ദേവ ഭാവയന്തുവാഹ പരസ്പരം ഭാവ എന്തക ശ്രേയ പരമവാസ്യതാം. അങ്ങനെയാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ എടുത്തു വെക്കുമ്പോൾ നിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഒന്ന് പ്രാർത്ഥിച്ചോളൂ. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നവും ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. അപ്പൊ നിങ്ങൾ എന്തൊക്കെ കഴിക്കുന്നോ അതൊക്കെ ബ്രഹ്മമായി. അന്നം ബ്രഹ്മമാണ്, അതിനുപയോഗിക്കുന്ന വസ്തുക്കൾ, അതിൻ്റെ കൂട്ടുകറികൾ എന്തൊക്കെയാണോ അതൊക്കെ ബ്രഹ്മമായി. ജലം എടുത്തു വെച്ചാൽ ജലവും ബ്രഹ്മമായി, നിങ്ങളും അത് കഴിക്കുന്ന ആളും ബ്രഹ്മമായി. അങ്ങനെ ഒരു വിശാല മനസ്സിലേക്ക് എത്തണം എന്നാണ്. ഈശ്വരൻ എവിടെ നിന്ന് അന്വേഷിച്ച് നടക്കുമൊന്നും വേണ്ട. നിങ്ങളുടെ ശരീരത്ത്, ഈ ശരീരത്ത് വസിക്കുന്നവനാണ് ഈശ്വരൻ. നിങ്ങളുടെ ഈശ്വരൻ ആരാ? നിങ്ങളുടെ ശരീരത്ത് വസിക്കുന്ന ആത്മസ്വരൂപനാണ് ഈശ്വരൻ എന്ന ഭാവത്തിൽ കാണണം. നമ്മൾ പൂജ നടത്തുമ്പോൾ ശാസ്ത്രവിധി പ്രകാരം പൂജ നടത്തുകയാണെങ്കിൽ ആദ്യം തന്നെ പൂജിച്ചിട്ടാണ്. ആത്മനെ നമ അന്തരാം പരമാത്മനെ നമ അന്തരാത്മനെ ആത്മനെ നമ അന്തരാത്മനെ നമ പരമാത്മനെ നമ. അങ്ങനെ തന്നെ പൂജിച്ചിട്ടാ പിന്നെയാണ് ഈശ്വരനെ പൂജിക്കുക. അത് തന്നെ ബ്രഹ്മസങ്കല്പമാണെന്നർത്ഥം. ആത്മാവ് ബ്രഹ്മമാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ അതായല്ലോ. അതുകൊണ്ട് അതൊന്നോടെ സ്പഷ്ടമാക്കാണ് അടുത്ത ശ്ലോകത്തില്. ദൈവമേ വ്യാപരേ യജ്ഞം യോഗിന പര്യുപാസത്തെ ബ്രഹ്മാഗ്നം വ്യാപരേ യജ്ഞം യജ്ഞ നൈവോപിജുക്വതി. അപരേ യോഗിന, മറ്റു ചില യോഗികൾ, ദൈവം യജ്ഞം ഏവം പര്യുപാസത്തെ, ദേവപ്രീതിക്കായി തന്നെ യജ്ഞം അനുഷ്ഠിക്കുന്നു. അപരേ യജ്ഞേന ഏവ, വേറെ ചിലർ യജ്ഞത്താൽ തന്നെ യജ്ഞം ബ്രഹ്മാഗ്നൗ ഉപജുക്വതി, യജ്ഞത്തെ ബ്രഹ്മാഗ്നിയിൽ ഹോമിക്കുന്നു. മറ്റു ചില യോഗികൾ ദേവപ്രീതിക്കായി തന്നെ
യജ്ഞം അനുഷ്ഠിക്കുന്നു. വേറെ ചിലർ യജ്ഞത്താൽ തന്നെ യജ്ഞത്തെ ബ്രഹ്മാഗ്നിയിൽ ഹോമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മഭാവന അനുസരിച്ചുകൊണ്ട് തന്നെ ചില യോഗികൾ ദേവന്മാരെ ഉദ്ദേശിച്ചുള്ള അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നു. ഒക്കെ ബ്രഹ്മമായിട്ട് അവർക്ക് ബ്രഹ്മനിഷ്ഠയുള്ളവരൊക്കെ ചെയ്യുന്നതൊക്കെ ബ്രഹ്മമായിരിക്കും. അതാണ് ബ്രഹ്മനിഷ്ഠനാകാൻ 2-ാം അധ്യായത്തിൽ പറഞ്ഞത്. ബ്രഹ്മനിഷ്ഠ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയൊക്കെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തണമെന്നുണ്ട്. ഈ ഒരു ഭാവനയിലേക്ക് എത്തും, തന്നെ ഓട്ടോമാറ്റിക് എത്തും. അതുകൊണ്ടാണ് ബ്രഹ്മനിഷ്ഠനായിരിക്കാൻ പറഞ്ഞു. ആ ബ്രഹ്മനിഷ്ഠയുള്ള ആൾക്ക് ഈ ഭാവന തന്നെ വരും. അപ്പൊ അങ്ങനെയുള്ള യോഗികൾ ദേവന്മാരെ ഉദ്ദേശിച്ചാലും വേണ്ടില്ല, അതൊക്കെ യജ്ഞഭാവനയുണ്ടാകും. അത് ഈശ്വരീയ ഭാവത്തിലായിരിക്കും ചെയ്യുക. അങ്ങനെ അനുഷ്ഠിക്കുന്നു. വേറെ ചിലർ സർവവും ബ്രഹ്മമെന്ന ഭാവനയുടെ യജ്ഞത്തെ, ആത്മാവിനെ ബ്രഹ്മാഗ്നിയിൽ ഉദിക്കുന്നു. നമ്മുടെ ജീവശക്തിയെ പോലും ബ്രഹ്മമായി കരുതുക എന്നർത്ഥം. ഉപാധിയോട് കൂടിയിരിക്കുന്ന ആത്മാവിനെ നിരുപാധികമായിട്ട് പരബ്രഹ്മത്തോടുള്ള ഐക്യത്തെ ദർശിക്കുന്നതാണ് ആത്മാവിനെ ബ്രഹ്മത്തിൽ ആഹൂതി ചെയ്യുക എന്നതിൻ്റെ താല്പര്യം എന്ന് ശങ്കരഭാഷ്യം പറയുന്നുണ്ട്. അതായത് നമ്മുടെ ആത്മാവും ബ്രഹ്മമായി കണ്ടാൽ ബ്രഹ്മത്തെ ആത്മാവിനെ ബ്രഹ്മത്തിൽ ലയിപ്പിച്ചതിന് തുല്യമാണ്. ജീവാത്മാ ബ്രഹ്മാത്മാ ഐക്യം സാധിക്കുമ്പോഴേ ഇവിടെ അതിന് ഉപാധി വെച്ചാൽ, ഉപാധിയോടുകൂടിയിരിക്കുന്ന ആത്മാവ്, ഉപാധി എന്ന് പറയുന്നത് എന്താ? നമ്മുടെ പൂർവജന്മാർജിതമായിട്ടുള്ള കർമ്മബന്ധനങ്ങളാണ് ആത്മാവിൻ്റെ ഉപാധിയായിട്ട് മാറുക. അത് നിരുപാധികമാക്കണം. നിരുപാധികം എന്ന് പറഞ്ഞാൽ എന്താ? നിസ്വാർത്ഥമായിട്ട് ആ ആത്മാവിനെ ഉപയോഗിച്ചാൽ അത് നിരുപാധികമാവും. ഇല്ലെങ്കിൽ അത് ഉപാധിയോടുകൂടിയായിരിക്കും വർത്തിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ വാസനാബലങ്ങളൊക്കെ അതിന് ഉപാധിയാകും. ഇപ്പം നമുക്ക് അവ്യക്തമായിരിക്കുന്ന ബ്രഹ്മത്തെ നേരിട്ട് പൂജിക്കാൻ സാധ്യമല്ല. കാരണം നമ്മൾ അതിന് പക്വത വന്നിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഒരു ഉപാധി സ്വീകരിക്കുക, അതാണ് വിഗ്രഹം. അപ്പൊ ആത്മാവിനെ ഉപാധിയാക്കാന്നാണ് പറയുന്നത്. പക്ഷെ ആത്മാവിനെ ഉപാധിയാക്കിക്കൊണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവ്യക്ത സ്വരൂപമായിരിക്കുന്ന ആത്മാവിനെ അറിയണം. അത് തന്നെയാണ് ബ്രഹ്മം എന്നറിയണം. പക്ഷെ സാധാരണഗതിയിൽ അത് ഉറക്കാൻ കുറച്ച് വിഷമാ. കാരണം അവ്യക്ത സ്വരൂപമായിരിക്കുന്ന ഈശ്വരനെ ഉപാസിക്കുന്നത് ക്ലേശകരമാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അവ്യക്തോയം ആ ക്ലേശോ അധികതരശേഷം അവ്യക്താസചേത. ഇനി ഭക്തിയിലേക്ക് ചെല്ലുമ്പോൾ, ഭക്തിയോഗത്തിലേക്ക് ചെല്ലുമ്പോൾ ഭഗവാൻ സ്പഷ്ടമാക്കുന്നുണ്ട് നമുക്ക് ശരീരത്തിന് വരെ ക്ലേശം ഉണ്ടാകും. അതുകൊണ്ട് ഉപാധി സ്വീകരിക്കാം. അപ്പൊ ആദ്യത്തെ ഘട്ടത്തിലാണ് ഉപാധിയോടുകൂടിയാണെങ്കിലും ആത്മാവിനെ നമുക്ക് ഉപാസിക്കാനുള്ള മാർഗമാണ് ഈശ്വരന്റെ ഒരു വിഗ്രഹം ഇല്ലേ, ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന ഒരു വിഗ്രഹം വച്ചിട്ട്. ഈശ്വരന്മാരൊക്കെ ബ്രഹ്മഭാവമാണ്. അതുകൊണ്ട് ഈശ്വരന്റെ ഒരു ഉപാധി വിഗ്രഹം വെച്ചുകൊണ്ട് പൂജിക്കാൻ പറയുന്നത്. അതും ബ്രഹ്മമായി കണ്ടുകൊണ്ട് പൂജിക്കണം. അതിൽ ശ്രേഷ്ഠത വന്ന അവ്യക്തോപാസനയിലേക്ക്, ബ്രഹ്മ സങ്കല്പത്തിലേക്ക്, ബ്രഹ്മ സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്ന നമ്മുടെ ആ ജീവാത്മാ പരമാത്മാ ഐക്യം എപ്പോൾ സംഭവിക്കുന്നു? ഐക്യഭാവനയാണ്. ഐക്യം എന്ന് പറയുന്നത് അങ്ങനെ കൂട്ടിച്ചേർത്ത് നമ്മളിപ്പോൾ ഭൗതിക വസ്തുക്കളെ കൂട്ടിച്ചേർത്തിട്ട് ഒന്നാക്കുന്ന പോലെയല്ല. നമ്മൾ ആ ഭാവനയാണ്, രണ്ടായിട്ട് നിൽക്കുന്ന ഈശ്വര സങ്കല്പത്തെ ഒന്നായി ഭാവന ചെയ്യാൻ സാധിക്കണം. അപ്പോഴാണ് ആത്മാവിനെ ബ്രഹ്മത്തിൽ ആഹൂതി ചെയ്യാന്ന് പറഞ്ഞാൽ ജീവാത്മാവിനെ ബ്രഹ്മത്തിലേക്ക്, ജീവാത്മാ പരമാത്മാ ഐക്യം സംഭവിക്കുമ്പോഴാണ് ഇവിടെ ജീവാത്മാ ബ്രഹ്മാത്മാ ഐക്യം. അങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്താൻ പിന്നെ നിരുപാധികമായിട്ട്, ഉപാധി ഇല്ലാതെ നിങ്ങൾക്ക് ഈശ്വരനെ പൂജിക്കാൻ സാധിക്കും. ബ്രഹ്മത്തോട് ഐക്യം ദർശിക്കുന്നതാണ്, ഐക്യഭാവന ഉണ്ടാകും. അവിടെയാണ് അദ്വൈത അനുഭൂതി ഉണ്ടാക്കുക. അവിടെയാണ് ഈശ്വര സാക്ഷാത്കാരം അഥവാ ബ്രഹ്മസാക്ഷാത്കാരം ഇല്ലേ, ആത്മസാക്ഷാത്കാരം. ഇതെല്ലാം ഒന്ന് തന്നെ. വാക്കിൽ നമുക്ക് വ്യത്യസ്തമൊന്നും, ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയുന്നതും ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നതും ജീവാത്മാ പരമാത്മാ ഐക്യം എന്ന് പറയുന്നതും ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നതും വേട് കൊണ്ട് വ്യത്യസ്തമാണെങ്കിലും അത് അനുഭൂതിയിൽ വരുമ്പം ഒന്നാകും. അതാണ് താല്പര്യം. പക്ഷെ അത് ആ ഒരു ലെവലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിന് പടികൾ ഒരുപാട് കിടക്കണം. 18ാമത്തെ പടിയിലൊക്കെ എത്തുമ്പോഴേ അദ്വൈത അനുഭൂതി, തത്വമസി എന്നുള്ള അവസ്ഥയിലേക്ക് ഞാൻ തന്നെയാണ് നീ എന്ന് പറയുന്നുണ്ട്. നീ തന്നെയാണ്, നീ എന്താണോ തേടി വന്നത് അത് നീ തന്നെയാണ് എന്ന് പറയുന്നത്. തത്വമസി, അഹം ബ്രഹ്മാസ്മി, പ്രജ്ഞാനം ബ്രഹ്മ,
ആ വേദ വാക്യത്തിൻ്റെ മോട്ടിവേഷനിലൊക്കെ നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തണം. അപ്പോഴേ അത് ഒന്നായിട്ട്, ഇല്ലെങ്കിൽ ഒക്കെ രണ്ടായിട്ട് കാണും. രണ്ടായിട്ട് കാണുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഈ പറയുന്ന ഈശ്വര സാക്ഷാത്കാരമോ ആത്മസാക്ഷാത്കാരമോ ബ്രഹ്മാത്മാ ഐക്യമോ ജീവാത്മാ പരമാത്മാ ഐക്യമോ ഉണ്ടാകുന്നതല്ല. അതിൻ്റെ സിമ്പലായിട്ടാണ് ചിന്മുദ്ര പിടിക്കാൻ ഞാൻ പറഞ്ഞത്. പെരുവിരല് പരമാത്മാവിനെയും ചൂണ്ടാണി വിരല് ജീവാത്മാവിനെയും കണക്കാക്കണം. അപ്പോൾ ഒരു സിമ്പലാണ് ചിന്മുദ്ര എന്ന് പറയുന്നത്. ഈ ജീവാത്മാ പരമാത്മാ ഐക്യത്തിന് തടസ്സം പ്രതിബന്ധം ഉണ്ടാക്കുന്നത് മുഴുവൻ പ്രകൃതി ഗുണങ്ങളാണ്, സത്വരജ തമോ ഗുണങ്ങൾ. അത് നമ്മുടെ സ്വഭാവത്തിലുണ്ടാവും. അപ്പോൾ നമ്മുടെ സ്വഭാവം തന്നെ, നമ്മുടെ കൾച്ചർ തന്നെയാണ് ഈ ജീവാത്മാ പരമാത്മാ ഐക്യത്തിലേക്ക് നമ്മളെ എത്തിക്കാതിരിക്കുന്നതെന്നർത്ഥം. അപ്പോൾ സ്വഭാവശുദ്ധി ഗുണാതീതനാവണം. അപ്പോഴേ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഉപാധി സ്വീകരിക്കണമെങ്കിൽ സ്വീകരിച്ചോളാൻ പറഞ്ഞല്ലോ ഭഗവാൻ. അതിനാൽ ശരിക്കും ഈശ്വര സംഘത്തെ ഈ വിഗ്രഹം വച്ചിട്ടൊക്കെ പൂജിക്കുന്ന, ഈ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയെന്ന ഉദയ്ക്കുന്ന ഉപാധിയിലൂടെ പൂജിച്ചിട്ട് ഉപാധിരഹിതമായിട്ട് പൂജിക്കാൻ സാധിക്കണം. ആ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ ഈ പടിയിൽ നിന്ന് അടുത്ത പടിയിൽ ഒരിക്കലും കയറുന്നില്ല. ഇവിടെ തന്നെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എന്താ? ഈശ്വരനും ഞാനും വേറെ എങ്ങനെ ഒന്നാവുക എന്നുള്ള സങ്കല്പത്തിലായിരിക്കണം. എന്തായാലും എത്ര പറഞ്ഞാലും വേണ്ടില്ല, ഐക്യഭാവം ഉണ്ടാകുന്ന പ്രശ്നമില്ല. അത് ഐക്യഭാവം ഉണ്ടാകത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഒരു ഈശ്വര സാക്ഷാത്കാരം സാധ്യമല്ല. ഈശ്വര സാക്ഷാത്കാരം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ കർമ്മബന്ധത്തിൽ എന്ന് വരെ അത് സാധിക്കുന്നില്ല, അന്ന് വരെ ശരീരം എടുത്തു വരും. നമുക്കിത് അറിയാതെ പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം എന്താ? ഓരോ ജന്മത്തിലും നമ്മളിങ്ങനെ പുതിയതായിട്ട് ബന്ധനങ്ങൾ ഉണ്ടാക്കും. പഴയത് കുറേയൊക്കെ തീർത്താലും വേണ്ടില്ല, പുതിയത് എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കും. പ്രാരാബ്ധം ബാക്കി എന്തെങ്കിലുമൊക്കെ ബാക്കി വയ്ക്കും. പോകുമ്പോൾ പിന്നെയും ആ കർമ്മബന്ധനം ബാക്കിയും കൊണ്ടാണ് പോണത്. അത് തന്നെയാണ് വീണ്ടും വീണ്ടും ജനിക്കാനായിട്ട്. അപ്പം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കർമ്മബന്ധനങ്ങളൊക്കെ തീർത്ത് ക്ലിയറൻസ് ചെയ്ത് ഈ ഗുണാതീത ഭാവത്തിലേക്ക് എത്തിയാൽ മാത്രമേ ജീവാത്മാ പരമാത്മ ഈ മൂന്ന് ബന്ധനങ്ങൾ, സത്വരജ തമോ ഗുണങ്ങളാണ് പ്രകൃതി ബന്ധം നിൽക്കുന്നത്. അത് ശരീരത്തോടു കൂടി ഇരുന്നു കൊണ്ട് തന്നെ ഈ ഗുണങ്ങളെ ജയിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ആണ് ഈ ഗീതോപദേശത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം അത് തന്നെയാണ്. അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായനീം അമ്പത്വാമനുസന്തതാമി ഭഗവത്ഗീതേ ഭവദ്ദേശിനി. ഗീതയുടെ മോട്ടിവേഷൻ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഗീതയുടെ വളരെ സിമ്പിളായിട്ട് അതിൻ്റെ എന്താണ് ഗീത എന്ന 700 ശ്ലോകങ്ങളുടെ ഏകദേശം ഈക്വൽ ടു ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, അദ്വൈതാമൃതവർഷിണീം ഭഗവതീം. അതിനെ മാതാവായി മാതൃഭാഷയായി മാറണം അദ്വൈതം. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് സാധിച്ചിട്ടില്ലെങ്കിൽ, അത് സാധിക്കാതിരിക്കാൻ എന്താ കാരണം? നമ്മൾ ഉപാധി വെച്ച് ഭഗവാനെ ഭജിക്കാൻ നടന്നാലും വേണ്ടില്ല, വിഗ്രഹം വെച്ച് പൂജിക്കാൻ ശ്രമിച്ചാലും വേണ്ടില്ല, അവിടെ തന്നെ വിഗ്രഹത്തിൽ മാത്രമേ ഈശ്വരനുള്ളൂ എന്നുള്ള ഭാവത്തിൽ എന്നിലുള്ളതായിട്ട് കാണാതിരിക്കുന്നിടത്ത് നമ്മുടെ ഉള്ളിലാണ് ശരിക്കും ബിംബം ഇരിക്കണേ. നമ്മൾ ശ്രീകോവിൽ പ്രതിഷ്ഠിച്ചു വച്ചിരിക്കുന്ന ബിംബങ്ങളൊക്കെ പ്രതിബിംബങ്ങളാണ്. അതാണ് ഏറ്റവും വലിയ അപജയം സംഭവിക്കാൻ കാരണം. നമ്മളെപ്പോഴും ഈശ്വരനെ ഈ വികല്പത്തിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ ബലം ഉണ്ടായാൽ നിങ്ങൾക്ക് ഒരിക്കലും ബ്രഹ്മാത്മ ഐക്യം സംഭവിക്കില്ല, ഈശ്വര സാക്ഷാത്കാരം എന്ന് വരെ ഏത് ജന്മത്തിലാണോ ഈ അദ്വൈത അനുഭൂതി നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നത്, അപ്പോൾ നിങ്ങൾ ആ നിമിഷം ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തും. അതുകൊണ്ടാണ് ബ്രഹ്മനിഷ്ഠ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് 2-ാം അധ്യായത്തിൽ സ്ഥിതപ്രജ്ഞനായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞത്. ഈ സ്ഥിതപ്രജ്ഞത കൈവന്നാലും വേണ്ടില്ല, നമുക്ക് ഈ സ്ഥിതി എപ്പോഴും കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. സ്ഥിതപ്രജ്ഞത്വം നമ്മൾ കൈവരുത്തിയാലും വേണ്ടില്ല. നമ്മൾ ഈ പറയുന്ന എന്താ പറഞ്ഞ നമ്മളെ കർമ്മം ചെയ്യുന്നത് ദേവഭാവ യഥാനേനതേ ദേവഭാവയന്തുവാഹ പരസ്പരം ഭാവയന്തക ശ്രേയ പരമവാപ്സ്യത എന്നുള്ള ഭാവത്തിലായിരിക്കണം ബ്രഹ്മനിഷ്ഠനും പ്രവർത്തിക്കുന്നതെന്നർത്ഥം.
അതിൽ ഇതിനിടയ്ക്ക് എന്തെങ്കിലും സാധ്യതയുടെ അംശം കയറി വന്നു കഴിഞ്ഞാൽ അവിടെ കർമ്മബന്ധനം ഉണ്ടാകും. റൂട്ട് പിന്നോട്ടടിക്കും. എത്ര മുമ്പോട്ട് പോയാൽ അത്രയും പിന്നോട്ട് വരും. എന്നാലും ഏത് സ്ഥിതിയിൽ എത്തി നിൽക്കുന്നോ അവിടെ നിൽക്കും. അവിടെ ബ്രഹ്മനിഷ്ഠന്റെ ഗുണമുണ്ടാവും. പക്ഷെ നമ്മൾ എത്രമാത്രം പിന്നോട്ട് വന്നോ, ഭൗതികതയിൽ സ്വാർത്ഥത കടന്നു വന്നോ, അപ്പം ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് പിന്നെയും റെപ്പിറ്റേഷൻ വേണ്ടി വരും. വീണ്ടും ആ റൂട്ട് തെളിയിച്ചെടുക്കേണ്ടി വരും എന്നർത്ഥം. അതാണ് പ്രശ്നം. ഇപ്പോൾ നമുക്കിപ്പം ഉദാഹരണത്തിന് പോലും നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് ആത്മനിയന്ത്രണം ഇല്ലാതെ. ബ്രഹ്മചാരികൾ പോലും ചില ബ്രഹ്മ സംഘദോഷവും സമ്പർക്കദോഷവും ഒക്കെ ഉണ്ടാക്കിയിട്ട് അവരെ യഥാർത്ഥ റൂട്ടിൽ നിന്ന് വ്യതിചലിച്ച ഗീതാകാരന്മാരെ പോലും സന്യാസിയെ വരെ ഞാൻ കാണിച്ചു തരാൻ വേണമെങ്കിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ. അപ്പോൾ യഥാർത്ഥ റൂട്ടിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നുണ്ട്. അതാണ് ആധ്യാത്മിക എളുപ്പമെന്ന് നമുക്കൊന്ന് തോന്നും. പക്ഷെ അത്ര എളുപ്പമൊന്നുമല്ല. നമ്മൾ ഏതെങ്കിലും നമ്മൾ അറിയാതെ പോകും. നമുക്ക് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പോൾ സത്സംഗത്തിൽ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടൊക്കെ ഇരിക്കും. ഇതിൽ തന്നെ ആയിരിക്കും നിൽക്കുക. പക്ഷെ ഇവിടുന്ന് എഴുന്നേറ്റ് പോയാൽ ഭൗതികതയിൽ ബന്ധനത്തിൽപ്പെടും. പിന്നെ ഇത് പറയുന്ന ശാസ്ത്രം പഠിച്ചൊക്കെ അപ്പം റൂൾഡ് ഔട്ടാവും. അതാണ് പ്രശ്നം. പിന്നെ ആ പരിധിക്ക് പുറത്താവും, റേഞ്ചിൻ്റെ പുറത്താവും. പിന്നെ സാധാരണ പോലെ മനുഷ്യൻ്റെ കൂട്ടാവും. അവിടെ സ്വാർത്ഥത കടന്നു വരും. പിന്നെ വികാര വിചാരങ്ങൾക്ക് അടിമയാവും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ദുർവാസാവ് വരും. ദേഷ്യം വരാൻ എന്താ കാരണം? അയാൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യം നടക്കാതെ വന്നാൽ അപ്പോൾ ദേഷ്യം അല്ലേ? ദേഷ്യം കൂടുതലുണ്ടെങ്കിൽ അപ്പം കൊടുക്കും ശാപം. അപ്പം ബ്രഹ്മചാരി മുനി ഋഷീശ്വരനാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കംസൻ തന്നെ നോക്കിക്കോളൂ. ഞാൻ ഇന്നലെ പറഞ്ഞ പോർഷൻ ശ്രദ്ധിച്ചോളൂ. എത്ര അതീന്ദ്രിയ ജ്ഞാനം ലഭിക്കും യോഗമായ ദേവിയുടെ ദർശനം കൊണ്ട്. കാര്യം ഉപദ്രവിക്കാനാണ് എടുത്തത്. കയ്യേക്കാലെ പിടിച്ച് അടിക്കാൻ തുടങ്ങിയപ്പം ആ യഥാർത്ഥ രൂപം അഷ്ടഭുജങ്ങളിൽ അഷ്ട ആയുധങ്ങളെ കൊണ്ട് ദിവ്യ രൂപം കാണിച്ചു കൊടുത്തു. അത് കണ്ട ഉടനെ നിമിഷ നേരം കൊണ്ട് അതീന്ദ്രിയ ജ്ഞാനം ലൈവാധീനം കംസനിൽ ഉണർന്നു. പിന്നെ ആ ഈശ്വരീയ ഭാവത്തിലാണ് പിന്നെ പ്രവർത്തിക്കുന്നതും പറയുന്നതും ഒക്കെ. അതാണ് ഈശ്വര സാക്ഷാത്കാരം. ഒരു നിമിഷത്തേക്കാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ മതി, അവിടെ ഈശ്വരന്റെ ശക്തി നിങ്ങളെ പ്രവർത്തിക്കും. കംസനിൽ പോലും നമ്മൾ കണ്ടില്ലേ എത്ര കൃത്യമായിട്ടാണ്. ഉടനെ തന്നെ അതിൻ്റെ കൺസിക്വൻസീസ് ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. തെറ്റാണെന്ന് മനസ്സിലാക്കി ദേവകിയോടും വസുദേവരോടും മാപ്പ് ചോദിക്കുന്നു. ഇവരെ കർമ്മബന്ധന കാരാഗ്രഹത്തിൽ നിന്ന് ബന്ധനത്തിൽ നിന്ന് മുക്തനാക്കുന്നു. അവരുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ആത്മതത്വോപദേശം നടത്തുന്നു. ആ മരണം എന്ന് പറയുന്ന പ്രതിഭാസത്തെ പറ്റിയൊക്കെ കംസന്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ കംസൻ എങ്ങനെ സാധിച്ചത്? എന്താണ്? ഒരു നിമിഷത്തേക്ക് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ മതി. ആ ഈശ്വരഭാവം വന്നാലുണ്ടല്ലോ, ആ ഒരു നിമിഷത്തേക്ക് പിന്നെ ഈശ്വരന്റെ ചിന്തയും വാക്കും പ്രവൃത്തിയായിരിക്കും വരിക. അതാണ് ഈശ്വര സാക്ഷാത്കാരം. ഒരു നിമിഷത്തേക്ക് സാധിച്ചാൽ പിന്നെ ശരിക്കും കംസന്റെ ജന്മം ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്നർത്ഥം. അതൊരു കാരണം. എട്ടാമത്തെ പുത്രൻ നിന്റെ അനന്തരവൻ അന്ത്യകരായിരിക്കും എന്ന് അശരീരി കേട്ടതുകൊണ്ട് അതനുസരിച്ചുകൊണ്ട് വിരോധ ഭക്തിയിലാണെങ്കിൽ പോലും കംസൻ ബ്രഹ്മനിഷ്ഠനായിരുന്നു എന്ന് പറയേണ്ടി വരും. നിരീശ്വരവാദി ആയാലും അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ ഈശ്വരവാദികളെക്കാളും ശ്രേഷ്ഠത നിരീശ്വരവാദി എന്നാണ് പറയുക. കാരണം ഈശ്വരൻ ഇല്ല എന്ന് വിശ്വസിക്കുന്ന അനുഭവത്തിൽ നിന്ന് എപ്പോഴാണോ ഈശ്വരൻ ഉണ്ടെന്ന് ബോധ്യം വന്നാൽ അവരായിരിക്കും ഉറച്ച ഭക്തരായിട്ട് മാറും. പലരുടെയും കഥ ആഞ്ഞം മാധവെന്നും പുരിയോ പട്ടതിരിപ്പാടോ ആരെ വേണമെങ്കിലും എടുത്തോളൂ നിങ്ങൾ. ഒരു സമയത്ത് നിരീശ്വരവാദി ആയിരുന്ന ആള് ആയിരിക്കും ഭക്തിയിലേക്ക് എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് എന്തെങ്കിലും ജിജ്ഞാസുവായിട്ട് ഈ മാർഗത്തിലേക്ക് തിരിഞ്ഞോ, പിന്നെ അവന് പെട്ടെന്നായിരിക്കും ഈശ്വര സാക്ഷാത്കാരം സാധിക്കും. അതാണ് അനുഭവിച്ചറിയണമെന്ന് പറയുന്നത്. നമുക്കൊരാളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം, വിശ്വസിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ബോധ്യം വന്നാൽ മതി. അപ്പോൾ ഈ അതീന്ദ്രിയ ജ്ഞാനമൊക്കെ എപ്പോഴാണ് ക്ലിക്കാവണമെന്ന് പറയാൻ പറ്റില്ല. ആ സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മളിൽ നിന്ന് ഭഗവാനെ പറ്റിയൊക്കെ അറിയാതെ സ്തുതിയൊക്കെ വരിക. അതിന് പ്രത്യേകിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് കീർത്തനമോ അല്ലെങ്കിൽ ആ ഒരു ഭഗവാന്റെ ആ ബോധതലത്തിലേക്ക് നമ്മൾ എത്തിച്ചാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരും, ഒഴുകും. അതിന് പ്രത്യേകിച്ച് പ്രിപ്പറേഷനോ ഒന്നും വേണ്ട, ഒരു പാണ്ഡിത്യവും വേണ്ട, ഒരു സർട്ടിഫിക്കറ്റും വേണ്ട.
പക്ഷെ ഒരു നിമിഷത്തേക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചാൽ, അതാണ് പറഞ്ഞത് സ്വല്പ അഭ്യസ്യ ധർമ്മസ്യ ത്രായതോ മഹതോപയ. നിങ്ങൾ അല്പമാത്രമെങ്കിലും ഗീതാശാസ്ത്രം പഠിച്ചിട്ട് അതിൻ്റെ ഒരു അംശമെങ്കിലും ആചരിക്കാൻ ശ്രമിച്ചു നോക്കൂ. ഈശ്വര കാര്യങ്ങളെങ്കിലും. നമുക്ക് മറ്റുള്ളവരെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്തിട്ട് ജബർദസ്തി കുട്ടികളെ ആരെ ആയാലും നിർബന്ധിച്ചിട്ടൊന്നും ചെയ്യിപ്പിക്കാൻ ശ്രമിക്കണ്ട. നിങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ മാറ്റം ഉണ്ടാകുന്നത്. അതാണ് സാക്ഷാത്കാരത്തിലേക്ക് എത്തുക. അപ്പോൾ അല്പമാത്രമായാലും ആ ധർമ്മത്തെ നിങ്ങൾക്ക് ഒരു നിമിഷത്തേക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചാൽ അത് പിന്നെ മഹത്തായ ഫലത്തിലേക്ക് എത്തിക്കും. അതാണ് സ്വല്പ അഭ്യസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, കംസൻ എന്ന് പറയുന്ന ആൾക്ക് ഇങ്ങനെ ഒരു ചിന്താഗതി ഇല്ല, ഇങ്ങനെ ഒരു വാക്കുകൾ ഒരിക്കലും ആരും പ്രതീക്ഷിക്കില്ല. നമ്മൾ ഭാഗവതം വായിക്കുമ്പോഴൊക്കെ അവിടെ ശ്ലോകങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും വിശകലനം ആരും ചെയ്യാറില്ല. കാരണം ഒറ്റ ടാർഗറ്റാ, ഇത് എങ്ങനെയെങ്കിലും 7 ദിവസം കൊണ്ട് വായിച്ചു തീർക്കണ്ടേ. അപ്പൊ പറയേണ്ടത് പറയാൻ പറ്റില്ല. ഇവിടെ ഭഗവാൻ എന്താ പറഞ്ഞ, കർമ്മണോഹി വിബോധവ്യം ബോധവ്യം ച വികർമ്മണാഹ. അല്പമാത്രം ആയാലും ചെയ്യുന്നയാളും ആ അല്പമെങ്കിലും പറഞ്ഞു കൊടുക്കുന്നയാളും ഇല്ലേ, അത് കേൾക്കുന്നയാളും കേൾക്കേണ്ടത് കേൾക്കേണ്ട വിധി കേൾക്കണം, കേൾക്കാൻ പാടില്ലാത്ത കേൾക്കരുത്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയണം, പറയാൻ പാടില്ലാത്ത പറയാനും പാടില്ല. ഇതാണ് കർമ്മണോഹി വിബോധവ്യം ബോധവ്യം ച വികർമ്മണാഹ. അപ്പൊ അവിടെ കൃത്യമായിട്ട് നമുക്ക് അത് ചെയ്യാൻ സാധിക്കണമെങ്കിൽ എന്താ, നമുക്ക് സിക്സ് സെൻസ് ഓപ്പൺ ആകണം. അപ്പോൾ മാത്രമേ സാധിക്കൂ. ഇവിടെ കംസന് പോലും യോഗമായയുടെ ആ ദിവ്യ രൂപം കണ്ടപ്പോൾ ഒരു നിമിഷത്തേക്ക് അതീന്ദ്രിയ ജ്ഞാനം ലഭിച്ചു. അതുകൊണ്ടാണ് ദേവകിയും വസുദേവരുടെ മാപ്പ് പറയുന്നതും 6 പുത്രന്മാരുടെ മരണത്തെപ്പറ്റി പറയുമ്പം ഞാൻ അത് കൊന്നു, അതൊരു വിധിയാണ്, പക്ഷേ അതെനിക്ക് പറ്റിയ പാപമാണ് ഞാൻ ചെയ്തത്, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ മരണത്തിൻ്റെ ആ ആത്മതത്വത്തെ പറയുന്നുണ്ട്. ആര് കൊന്നാലും വേണ്ടില്ല, കൊല്ലപ്പെട്ടാലും വേണ്ടില്ല, സ്വയം മരിച്ചാലും വേണ്ടില്ല, ജീവനെ ആർക്കും നശിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള തത്വമൊക്കെ കംസൻ പറയുന്നുണ്ടല്ലോ. അവിടുന്ന് കാരാഗ്രഹത്തിൽ നിന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നപ്പോൾ സ്വഭാവം മാറി. അവിടെ കുറച്ച് സംഘദോഷവും സമ്പർക്കദോഷവും ഒക്കെ ഉണ്ടാവും അല്ലേ, കൂടെ ഇരിക്കുന്നവർ. അത് ദേവകി തന്നെ പറയുന്നുണ്ടല്ലോ, അങ്ങയുടെ കൂടെ ഇരിക്കുന്നവരായിട്ടും സഹോദര സ്നേഹവും എന്നെയൊക്കെ ഇഷ്ടമൊക്കെയാണ്, പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയാൽ അങ്ങയുടെ കുറേ സംഘം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇവരാണ് ശരിക്കും അങ്ങനെ പെടുത്തുന്നതെന്ന്. അത് അന്നേരം ആ അതീന്ദ്രിയ ജ്ഞാനം ഉള്ള സമയത്ത് ദേവകി പറയുന്നത് നിഷേധിക്കുന്നൊന്നുമില്ല, ശരിയാണെന്നൊക്കെ സമ്മതിക്കുന്ന ഭാവമുണ്ട്. അതുകൊണ്ടാണ് മാപ്പൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഈ എത്ര ഭക്തി ഉള്ളവനായാലും ഇല്ലാത്തവനായാലും എപ്പോഴെങ്കിലും ഏതെങ്കിലും സന്ദർഭം സ്വല്പ അഭ്യസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയ, അല്പമാത്രമായ ഒരു ധർമ്മത്തിൻ്റെ ഒരു അംശം കടന്നു ചെന്നാൽ മതി, അവന് അതീന്ദ്രിയ ജ്ഞാനം ഒരു നിമിഷത്തേക്കാണെങ്കിലും കിട്ടും. അത്രയും മതി. അത് പിന്നെ അവൻ്റെ ജീവിതം ചിലപ്പോൾ മാറ്റിമറിക്കും. പക്ഷെ അതിൽ നിഷ്ഠനായിട്ട് നിൽക്കണം, അതാണ് പ്രശ്നം. കംസൻ അവിടെ ഞാൻ പറഞ്ഞ അതീന്ദ്രിയ ജ്ഞാനം പുറത്തേക്ക് വന്നപ്പോൾ നഷ്ടപ്പെടും. അവിടെ വാസനാബലം ആസുരീഭാവം കടന്നു വരും. അത് നിലനിർത്താൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാവും. എന്നാലും ഈ ഒരു മഹത്തായ ഭഗവാനുമായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്ന് സംഘദോഷാലല്ലോ ഉണ്ടാകുന്നത്, സംഘമോഷാല ഉണ്ടാകുന്നത്. അപ്പൊ അതീന്ദ്രിയ ജ്ഞാനം കുറച്ച് ലഭിച്ചതിൻ്റെ അന്തിമ ഫലം എന്താ? മോക്ഷം തന്നെയായിരുന്നു. ഭഗവാനായിട്ട് സമ്പർക്കം ഉണ്ടായി, അവിടെ സംഘമോക്ഷം സംഭവിച്ചു. അത് പൂതനിക്കും ശകടാസുരന്മാരും ഈ പറയുന്ന കംസന്റെ ശിങ്കിടികൾക്കൊക്കെ ലഭിച്ചല്ലോ ആ ഭാഗ്യം. അപ്പം ബ്രഹ്മനിഷ്ഠനായിരിക്കണം, യോഗിയായിരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഇത് തന്നെ. അപ്പം നമ്മൾ ഭക്തിഭാവത്തിലേക്ക് വന്നാൽ നമ്മൾ കുറച്ച് നേരത്തേക്കാണെങ്കിലും അതിൽ നിൽക്കാൻ ശ്രമിക്കണം എന്ന് ഞാൻ പറയും. ഈശ്വരീയ ആ ബ്രഹ്മഭാവത്തെ ഇല്ലെങ്കിൽ ഈശ്വരീയ സാക്ഷാത്കാരത്തിലേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈശ്വര കാര്യങ്ങൾ ചെയ്യുമ്പോഴെങ്കിലും നിസ്വാർത്ഥരായിട്ട് ചെയ്യും, ഫലേച്ഛയില്ലാതെ ചെയ്യും. ഞാൻ ചെയ്യുന്നു എന്നുള്ള അഹംബോധം ഇല്ലാതെ ഡെഡിക്കേഷൻ 100% ഡെഡിക്കേറ്റഡ്. പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഫലയിച്ചുകൊണ്ട് ചെയ്താൽ അത് ഡെഡിക്കേഷൻ അല്ല. അതിൽ സ്വാർത്ഥത കടന്നു വന്നാൽ അത് ഡെഡിക്കേഷൻ അല്ല.
അതെപ്പോഴും ഓർത്തിരിക്കണം. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് അല്പമാത്രമെങ്കിലും ഒരു നിമിഷത്തേക്കാണെങ്കിലും ഒരു കാര്യമെങ്കിലും ഒരിക്കലെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ, സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയാൽ, അത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പ്രാർത്ഥന ഒരു കാലം വരെയൊക്കെ എനിക്ക് വേണ്ടുന്നതൊക്കെ ആണ് പറഞ്ഞിരുന്നത്. മനസ്സിലായില്ലേ? എന്നു മുതൽ പ്രാർത്ഥനയുടെ വാസനാബലം വന്നോ, ലോക സമസ്ത സുഖിനോ ഭവന്തു. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായനമാർഗേണ മഹിം മഹീഷ ഗോ ബ്രാഹ്മണേഭ്യ ശുഭവസ്തുത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥനാ ബലം എന്നിൽ ബലമായി മാറിയോ, പിന്നെ അത് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. പിന്നെ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഇപ്പോഴാണേലും വേണ്ടില്ല. എന്ത് ചിന്തിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും അതൊക്കെ മറ്റുള്ളവർക്ക് കൂടി എന്തെങ്കിലും വിധത്തിൽ പ്രയോജനമാകണം എന്ന ഉദ്ദേശത്തിലാണ്. അവിടെ അതാണ് നിഷ്കളങ്ക ഭാഗം. അത് 100% ആ രീതിയിൽ പ്രയോജനപ്പെടുന്നുണ്ടോ, പ്രയോജനപ്പെടുത്തുണ്ടോ? കർമ്മത്തിന്റെ ഗതി ഗഹനമാണെന്ന് ഭഗവാൻ പറഞ്ഞത്. നമ്മൾ ചെയ്യാനുള്ള ചെയ്യാം, അനന്തരഫലം കാലത്തിന് വിട്ടുകൊടുത്തേക്കാം, ഇല്ലേ ഈശ്വരനെ സമർപ്പിച്ചേക്കാം. പിന്നെ കുറച്ച് സ്വാർത്ഥതാപരമായിട്ട് പെരുമാറേണ്ടതായിട്ട് വരും. എന്തിനാ? ശരീരം നിലനിർത്തുന്നത് പറഞ്ഞിട്ട്. അതിനു വേണ്ടിയിട്ട് സകലം സ്വാർത്ഥതയോടെ ആണെങ്കിലും നമ്മൾ ഒരു നേരത്തെ ഭക്ഷണമാണെങ്കിലും അവനവനുള്ളത് ചിലപ്പോൾ ഉണ്ടാക്കി കഴിക്കേണ്ടി വരും, അല്ലേ? വേറെ ആരെങ്കിലും കൊണ്ടുത്തരുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പട്ടിണി ഇരിക്കേണ്ടി വരും, അല്ലേ? ബ്രഹ്മചാരി ഭിക്ഷ എടുക്കാൻ പോയിട്ട് പോലും കിട്ടാതെ വന്നപ്പോൾ എച്ചിലെല്ലാം തിന്നേണ്ട ഒരു ബ്രാഹ്മണന്റെ കഥ ഞാൻ പറഞ്ഞു, അല്ലേ? അപ്പോൾ അവനവൻ്റെ ശരീരം നിലനിർത്തണം. അത് ഏത് തരത്തിലും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, അത് ജീർണിക്കുന്നവരെ ആ ജീർണത ഇല്ലാതെ നിലനിർത്തേണ്ടത് നമ്മുടെ ധർമ്മമാണ്. ദേഹം ജഡമാണെന്ന് സങ്കല്പത്തിലേക്ക് എത്തണ്ടേ? അതിനൊരു ഉപാധി ശരീരം തന്നെയാണ്. ആ ഉപാധിയിലെത്തി, ആ ഉപാധി ഇല്ലാതെ ഉപാധി രഹിതമായിട്ട് നിങ്ങൾക്ക് ആ ലെവലിലേക്ക് എത്താൻ സാധിച്ചാൽ പിന്നെ നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ. പിന്നെ ഈ ശരീരത്തിന്റെ ആവശ്യകതയില്ല. വിവേകാനന്ദൻ പറഞ്ഞ പോലെയാ. ഒരു ശിഷ്യൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് എനിക്ക്, ഞാൻ ബ്രഹ്മമായിട്ട്, ബ്രഹ്മമാണ്, അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി എന്ന് അങ്ങ് പറഞ്ഞ് ധ്യാനിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് തലവേദന എടുക്കുന്നു. തലവേദന എന്തുകൊണ്ടുണ്ടാകുന്നു? നീ അഹം ബ്രഹ്മാസ്മി, ബ്രഹ്മമാണെന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് തലയുണ്ടോ? പിന്നെ എങ്ങനെ? തലയില്ലെങ്കിൽ പിന്നെ എങ്ങനെ വേദന ഉണ്ടാകുക എന്നാണ് മറുപടി. നീ എല്ലാം ബ്രഹ്മമാണെന്ന സങ്കല്പത്തിലാണ് ചെയ്യുന്നതെങ്കിൽ നിന്റെ ശരീരം ബ്രഹ്മമല്ലേ, നിന്റെ തലയും ബ്രഹ്മമല്ലേ, അപ്പൊ പിന്നെ തലവേദനയും ബ്രഹ്മമല്ലേ? ഇതൊക്കെ പറഞ്ഞ് പഠിക്കാൻ, കാണാപ്പാഠം പഠിക്കാനേ പറ്റും. പ്രാക്ടിക്കൽ തലത്തിലേക്ക് എത്തണേ. അവിടെ ദേഹബോധം ഇല്ലാതെ കഴിഞ്ഞാൽ പിന്നെ ഒരു വേദന ഇല്ലാതെ വരും. ഞാൻ പറഞ്ഞില്ലേ, ശരീരത്തിന്റെ സൂക്ഷിപ്പുകാരാണ് നമ്മൾ. അല്ലാതെ എൻ്റെയും ഞാൻ എന്നുള്ള ബോധത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അവിടെ സങ്കല്പ വെൽപ്പാണ്. നിങ്ങൾക്ക് ഒരിക്കലും ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല, അഥവാ ഈശ്വര സാക്ഷാത്കാരം സാധ്യമല്ല. അപ്പൊ അന്ധകരണ ശുദ്ധി വന്നാൽ മാത്രമേ ഈ ഒരു ലെവലിലേക്ക് എത്താൻ സാധിക്കും. അപ്പം ആദ്യം അതിന് അന്ധകരണ ശുദ്ധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപാധി സ്വീകരിച്ചോളാൻ പറഞ്ഞത്. ചിലർ ഉപാധി രഹിതമായിട്ടും ഭഗവാനിലേക്ക് സാക്ഷാത്കാരം നടത്തുന്നുണ്ട്. പക്ഷെ തുടക്കക്കാർക്ക് ഉപാധി സ്വീകരിച്ചോളൂ, വിഗ്രഹം വെച്ച് പോയിച്ചോളൂ, ചിത്രം വെച്ച് പോയിച്ചോളൂ, ഇല്ലേ മറ്റെന്തെങ്കിലും ഉപാധി സ്വീകരിച്ചോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്വീകരിച്ചോളൂ, അത് ബ്രഹ്മമായി കാണണം. നിങ്ങളുടെ ശക്തികളെ പോലും അതിൽ ബ്രഹ്മമായി കാണും. അങ്ങനെ ശീലിച്ചാലോ പിന്നെ എല്ലാം ബ്രഹ്മമായി കാണുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഈശ്വരനെ കാണണോ, നിങ്ങൾ ഈശ്വരനായിട്ട് മാറും. പിന്നെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഈശ്വരനായിട്ട് മാറിയാൽ എന്താ ഭാവം? പിന്നെ രണ്ടില്ലല്ലോ, ഒന്ന് മാത്രമേ ഉള്ളൂ. കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഈശ്വരമയം. അവിടെയാണ് അദ്വൈതാനുഭൂതി ഉണ്ടാക്കുക. അത് സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ജ്ഞാനകർമ്മം ചെയ്യാൻ പറഞ്ഞത്. ജ്ഞാനത്തോടു കൂടി കർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം എന്ത് ചെയ്താലും ചിന്ത, വാക്ക്, പ്രവൃത്തിയൊക്കെ ബ്രഹ്മമായി കാണും. അപ്പോഴേ നമുക്ക് ഈശ്വര സാക്ഷാത്കാരിക്കരുത്. അതിന് തുടക്കക്കാർക്ക് എന്തെങ്കിലും ഉപാധി വെച്ചുകൊണ്ട് ചെയ്തോളൂ, എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉപാധി രഹിത നിരുപാധികമായിട്ട് പരബ്രഹ്മത്തോട് ഐക്യത്തെ ദർശിക്കാവുന്നതാണ് കാലക്രമത്തിൽ. ആത്മാവിനെ ബ്രഹ്മത്തിൽ ആഹൂതി ചെയ്യുന്ന ജീവാത്മാവിനെ
പരമാത്മാവാക്കി കാണാൻ സാധിച്ചാൽ പിന്നെ നിരുപാധികമായിട്ട് നിങ്ങൾക്ക് ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് എത്താൻ സാധിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് ഇനി അതിനുള്ള ഉപാധികളായിട്ട് തന്നെ ചില കാര്യങ്ങൾ, 1-2 കാര്യങ്ങൾ ഭഗവാൻ പറയുന്നുണ്ട്. ഒരു 3-4 സ്റ്റെപ്പ് പറയുന്നത്. ഇതിലേത് മാർഗം സ്വീകരിച്ചാലും നിങ്ങൾക്ക് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ സാധിക്കും. അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഇപ്പോൾ നമ്മൾ ഇന്നലത്തേൻ്റെ ബാക്കിയും കൂടെ കവർ ചെയ്തുകൊണ്ട് 19 മുതൽ 25 ശ്ലോകം, 25ാമത്തെ ശ്ലോകം വരെയാണ് ഇന്നെടുത്തിരിക്കുന്നത്. അതൊന്ന് പാരായണം ചെയ്തുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ഉള്ള സമയം തരിക. യസ്യ സർവേ സമാരംഭ കാമസങ്കല്പവർജിത ജ്ഞാനാഗ്നി ദഗ്ധകർമാണം തമാഹു പണ്ഡിതം ബുധ തിക്വാ കർമ്മഫലാസംഗം നിത്യതിത്വോ നിരാശ്രയക കർമ്മണ്യപി പ്രവർത്തോ അപി നൈവ കിഞ്ചിൽ കരോതി സ നിരാശിർ യഥചിത്താത്മാ തിക്വാ സർവപരിഗ്രഹ ശരീരം കേവലം കർമ്മ കുർവൻ ആപ്നോതി കിൽബിഷം എതിർച്ഛാ ലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സര സമസിദ്ധാവസിദ്ധൗ ച കൃത്വാപീന നിബധ്യത്തെ ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാന അവസ്ഥിതചേതസ യജ്ഞയാ ചരതകർമ്മ സമഗ്രം പ്രബലീയത്തെ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന ദൈവമേ വാപരേ യജ്ഞം യോഗിന പര്യുപാസത്തെ ബ്രഹ്മാഗ്നം വ്യാപരേ യജ്ഞം വപരേ യജ്ഞം യജ്ഞനൈവോഭിജുഹ്വതി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായേന മാർഗേണ മഹിം മഹിഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്ദ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഓം പീതാംബരം കരവിലാസങ്കചക്രം കൗമോദകീം സരസിജങ്കരടാ സമുദ്രം രാധാസഖായമതിസുന്ദരമന്ദഹാസം മാതാലേശമനിശം ഹൃദി ഭാവയാമി. പാതാലേശമനിശം ഹൃദി ഭാവയാമി. നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം ശാന്തി ശാന്തി ശാന്തി.